صلاة وصيام وكذلك فرح وسرور والمتدين من تلقاه مبتسما حلوا كالنور. السلام عليكم. الحمد لله والصلاة والسلام على أشرف المرسلين وعلى آله وصحبه أجمعين أما بعد. أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. حميم تنزيل الكتاب من الله العزيز الحكيم. ബഹുമാനപ്പെട്ട സഹോദരന്മാരെ, സഹോദരിമാരെ, അള്ളാഹുവിൻ്റെ മഹത്തായ അനുഗ്രഹത്താൽ വിശുദ്ധ ഖുർആനിലെ 25 ജുസുഉം ചർച്ച ചെയ്യപ്പെടുകയുണ്ടായി. ഇന്ന് ഈ സന്ദർഭത്തിൽ നിങ്ങളോട് ചർച്ച ചെയ്യാൻ ഉദ്ദേശിക്കുന്നത് ഇവിടെ സൂചിപ്പിക്കപ്പെട്ടതുപോലെ 26-ാമത്തെ ജുസ് ആണ്. ഈ ജുസുയിൽ ഉൾക്കൊള്ളിച്ചിട്ടുള്ളത് സൂറത്ത് അഹ്ഖാഫ്, മുഹമ്മദ്, ഫത്ഹ്, ഹുജറാത്ത്, ഖാഫ്, വദ്ദാരിയാത്തിലെ 30 ആയത്തുകളും കൂടിയാണ്. സൂറത്ത് അഹ്ഖാഫിൽ 35 ആയത്തുകളാണുള്ളത്. ഈ സൂറത്ത് അവതരിച്ചിട്ടുള്ളത് മദീനയിലാണ്. ഹൂദ് നബി അലൈഹിസ്സലാത്തു വസ്സലാമിൻ്റെ ജനതയായ ആദിൻ്റെ വാസസ്ഥലം ആണ് അഹ്ഖാഫ്. യമനിൻ്റെയും ഹലറമൗത്തിൻ്റെയും ഇടക്ക് അറേബ്യയുടെ തെക്കേ കടലോര പ്രദേശം, പാറമടക്കുന്നുകൾക്കിടയിലൂടെ സ്ഥിതി ചെയ്യുന്ന മണൽ ഭൂമി. 1 മുതൽ 3 വരെ ആയത്തുകളിൽ അള്ളാഹു നമ്മളോട് പറയുന്നത് മനുഷ്യനെന്ന നിലയിൽ നമ്മുടെ ഒന്നാമത്തെ ബാധ്യത അള്ളാഹുവിനോടുള്ളതാണ്. ആ ബാധ്യത നിർവഹിക്കാനാണ് അള്ളാഹു ഖുർആൻ ഇറക്കിയത്, ആകാശഭൂമികളെ, സർവ്വചരാചരങ്ങളെ സൃഷ്ടിച്ചത്. എന്താണ് ആ ബാധ്യത? 4 മുതൽ 6 വരെ ആയത്തുകളിൽ അള്ളാഹു പറയുന്നു അള്ളാഹുവിനോട് മാത്രം പ്രാർത്ഥിക്കലാണ്. കാരണം സർവശക്തനായ അള്ളാഹുവാണ് എല്ലാം സൃഷ്ടിച്ചത്. സൃഷ്ടിപ്പിൽ മറ്റാർക്കും തന്നെ പങ്കില്ല. അല്ലാത്തവരോട് പ്രാർത്ഥിച്ചാൽ ഏറ്റവും ദുഷിച്ച വഴികേടിൽ പെട്ടുപോകും. അല്ലാത്തവരോട് വിളിച്ചു പ്രാർത്ഥിച്ചാൽ വിളിക്കുന്നവരുടെ വിളികൾ കേൾക്കില്ല. ആരോടാണോ വിളിച്ചു പ്രാർത്ഥിച്ചത് അവർ നാളെ പരലോകത്ത് അവരുടെ ശത്രുക്കളായിത്തീരും. 6-ാമത്തേത്, അല്ലാത്തവരോട് പ്രാർത്ഥിച്ചാൽ തോന്നിവാസവും ധിക്കാരവും വർദ്ധിക്കും. 7 മുതൽ 11 വരെയുള്ള ആയത്തുകളിൽ അള്ളാഹു പറയുന്നു, ഈ വേദഗ്രന്ഥം ഞാൻ സ്വന്തമായി കൊണ്ടുവന്നതല്ല, ഞാൻ കഴിഞ്ഞുപോയ ദൂതന്മാരുടെ പിന്മുറക്കാരനാണ്. സത്യവിശ്വാസം സ്വീകരിക്കാത്ത അഹങ്കാരികളെ അള്ളാഹു നേർമാർഗത്തിലാക്കില്ല. നാം പ്രത്യേകം ഓർക്കുക, സത്യം ആദ്യമായി സ്വീകരിക്കുന്നത് സാധാരണ ജനങ്ങളാണ്. 13 മുതൽ 19 വരെ ആയത്തുകളിൽ മാതാപിതാക്കളും മക്കളും തമ്മിലുള്ള ബന്ധത്തെക്കുറിച്ചാണ് പറയുന്നത്. 40 വയസ്സായി കഴിഞ്ഞാൽ നാം പ്രത്യേകം പ്രാർത്ഥിക്കണമെന്നും അള്ളാഹു നമ്മെ ഓർമ്മപ്പെടുത്തുന്നു. എന്താണ് ആ പ്രാർത്ഥന? നാം ഓരോരുത്തരും പഠിച്ചു വെക്കേണ്ടതാണ്. റബ്ബി ഔസിഅനി അൻ അശ്കുറ നിഅമതകല്ലതി അൻഅംത അലയ്യ വഅലാ വാലിദയ്യ. അല്ലാഹുവേ, എനിക്കും എൻ്റെ മാതാപിതാക്കൾക്കും നീ ചെയ്തു തന്ന അനുഗ്രഹത്തിന് നന്ദി ചെയ്യാൻ എനിക്ക് നീ പ്രചോദനം നൽകണം. വഅൻ അഅമല സാലിഹൻ തർലാഹ്, നീ തൃപ്തിപ്പെട്ട സൽപ്രവർത്തനങ്ങൾ ചെയ്യാനും എനിക്ക് പ്രചോദനം നൽകണം. വഅസ്ലിഹ് ലീ ഫീ ദുർരിയതി, എൻ്റെ മക്കളെ നീ നന്നാക്കി തരണമെന്നാഥാ. ഇന്നി തുബ്തു ഇലൈക, ഞാനിതാ നിന്നിലേക്ക് പശ്ചാത്തപിച്ച് മടങ്ങുന്നു. വ ഇന്നി മിനൽ മുസ്ലിമീൻ, ഞാൻ മുസ്ലിങ്ങളിൽപ്പെട്ടവനാണ്. അതുകൊണ്ട് തന്നെ എനിക്കും നിങ്ങൾക്കും ഈ ഗതി വരരുത്. ഏതാണ് ആ ഗതി? മാതാപിതാക്കൾ സത്യവിശ്വാസത്തിലേക്ക് ക്ഷണിക്കുമ്പോൾ അവരെ ചീത്ത പറയുകയും അവഹേളിക്കുകയും ചെയ്യുന്ന മക്കൾ
മരണത്തിന് ശേഷം മറ്റൊരു ജീവിതമുണ്ട്, വിശ്വസിക്കുമോനെ എന്ന് ഉപദേശിക്കുമ്പോൾ ഇതെല്ലാം കെട്ടുകഥകളാണ് എന്ന് പറഞ്ഞ് തള്ളിക്കളയുന്ന മക്കൾ നമുക്കുണ്ടാകാതിരിക്കാൻ അള്ളാഹുവിനോട് നാം എപ്പോഴും പ്രാർത്ഥിച്ചു കൊണ്ടിരിക്കണം. 20-ാമത്തെ ആയത്തിൽ സത്യം ഉൾക്കൊള്ളാൻ കഴിയാത്തവർ നരകത്തിൽ പ്രവേശിച്ചാൽ അള്ളാഹു ചോദിക്കുന്നു, നിങ്ങളുടെ നല്ല കാലങ്ങൾ ദുനിയാവിൽ വെച്ച് പാഴാക്കി കളഞ്ഞല്ലോ എന്ന്. അതുകൊണ്ടല്ലേ ഈ ഗതി വന്നത് എന്ന്. സത്യം ഉൾക്കൊള്ളാൻ തടസ്സം നിൽക്കുന്നത് അഹങ്കാരവും ധിക്കാരവുമാണ്. അത്തരത്തിൽ ധിക്കാരികളായി മാറിയ ജനത താമസിച്ച പ്രദേശമാണ് നമ്മൾ ഇന്ന് ചർച്ച ചെയ്യുന്ന അഹ്ഖാഫ്. 21 മുതൽ 28 വരെയുള്ള ആയത്തുകളിൽ അള്ളാഹു വിശദീകരിക്കുന്നു. ഒമാനിലെ സലാലയിൽ നിന്ന് 172 കിലോമീറ്റർ മരുഭൂമിയിലൂടെ സഞ്ചരിച്ചാൽ ഇവിടെ എത്തും. അവരുടെ പ്രത്യേകത എന്താണ്? ശരീരബലം, ബുദ്ധിശക്തി, ധനസമൃദ്ധി ഇവയിലെല്ലാം മികച്ചു നിന്ന സമൂഹമായിരുന്നു അവർ. മലമുകളിൽ കൂറ്റൻ സ്തംഭങ്ങൾ നിർമ്മിക്കുകയും ജലസംഭരണികൾ ഉണ്ടാക്കുകയും ചെയ്തവർ. പർവ്വതങ്ങൾക്ക് മുകളിൽ പാറകൾ തുറന്നുണ്ടാക്കി വീടുകൾ നിർമ്മിച്ചവർ. അവരോട് ഹൂദ് നബി അലൈഹിസ്സലാത്തു വസ്സലാം പറഞ്ഞു, അല്ലാ തഅ്ബുദൂ ഇല്ലല്ലാഹ് ഇന്നി അഖാഫു അലൈക്കും അദാബ യൗമിൻ അലീം. നിങ്ങൾ അല്ലാഹുവല്ലാത്തവരെ ആരാധിക്കരുത്. അങ്ങനെയെങ്ങാനും നിങ്ങൾ ആരാധിച്ചാൽ നിങ്ങൾക്ക് ശക്തമായ ശിക്ഷയെ ഞാൻ ഭയപ്പെടുന്നു. എന്നാൽ ആ ജനതയ്ക്ക് ധിക്കാരം വർദ്ധിച്ചു. ശിക്ഷ കൊണ്ടുവരാൻ വെല്ലുവിളിച്ചു, കൊലപ്പെടുത്തുമെന്ന് ഭീഷണിപ്പെടുത്തി. ഗത്യന്തരമില്ലാതെ ഹൂദ് നബി അലൈഹിസ്സലാത്തു വസ്സലാം അള്ളാഹുവിനോട് ഈ ജനതയ്ക്കെതിരിൽ പ്രാർത്ഥിച്ചു. തൽഫലമായി അതിശക്തമായ കൊടുങ്കാറ്റ് അള്ളാഹു അയച്ചു. കാറ്റിന് ഒരു വിധത്തിലും പ്രവേശിക്കാൻ കഴിയില്ല എന്ന് വിചാരിച്ച് മലയടിവാരത്തിൽ രക്ഷ തേടി തങ്ങളുടെ കാലുകൾ മുട്ടുവരെ മണ്ണിൽ കുഴിച്ചിട്ട് പരസ്പരം കൈകോർത്തു നിന്ന് നോക്കിയെങ്കിലും കാറ്റിൻ്റെ ശക്തി മൂലം ഈത്തത്തടികൾ വീണ് കിടക്കുന്നത് പോലെ അവർ വീണ് കിടന്നു. ഇതിൽ നിന്നും വലിയ പാഠമാണ് നമുക്കുള്ളത്. എത്ര വലിയ വമ്പന്മാരായാലും അധികാരമുണ്ടെങ്കിലും ധിക്കാരവും അഹങ്കാരവുമാണ് അവരെ നയിക്കുന്നതെങ്കിൽ പിടിച്ചു നിൽക്കാൻ കഴിയില്ല എന്നതാണ്. 29 മുതൽ 32 വരെയുള്ള വചനങ്ങളിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയിൽ നിന്നും ജിന്നുകൾ വിശുദ്ധ ഖുർആൻ കേട്ടു പഠിക്കുകയും അത് അവർക്കിടയിൽ പ്രബോധനം നടത്തിക്കൊണ്ടിരിക്കുകയും ചെയ്തു എന്നതാണ്. 33-34 ആയത്തുകളിൽ ആകാശഭൂമികളെ സൃഷ്ടിച്ച അള്ളാഹുവിന് മരിച്ചവരെ ജീവിപ്പിക്കാൻ ഒരു പ്രയാസവുമില്ല എന്നതാണ്. അഹ്ഖാഫ് എന്ന സൂറത്തിൻ്റെ അവസാനം 35-ാമത്തെ ആയത്ത് ഇങ്ങനെ നമ്മെ അറിയിക്കുന്നു, നേരിൻ്റെ പാതയിൽ ഉറച്ചു നിന്ന പ്രത്യേകിച്ച് ഉലുൽ അസ്മിൽപ്പെട്ട പ്രവാചകന്മാരുടെ മാർഗം പിന്തുടർന്നാൽ ഈ ലോകത്തും പരലോകത്തും നാം വിജയിക്കുമെന്നും അല്ലാതിരുന്നാൽ തോന്നിവാസികളായ ആളുകളുടെ കൂട്ടത്തിൽപ്പെട്ട് നശിച്ചു പോകുമെന്നും നമ്മെ ബോധ്യപ്പെടുത്തുകയാണ്. അടുത്തതായി സൂറത്ത് മുഹമ്മദാണ്. മദീനയിൽ അവതരിച്ചതാണ്. സൂക്തം 38 1 മുതൽ 3 വരെയുള്ള ആയത്തുകളിൽ ആരാണ് ശരിയായ വിശ്വാസികൾ, ആരാണ് അവിശ്വാസികൾ എന്ന് സൂചിപ്പിക്കുന്നു. എല്ലാ പ്രവാചകന്മാരിലും വേദഗ്രന്ഥങ്ങളിലും പ്രത്യേകിച്ച് വആമനു ബിമാ നുസ്സില അലാ മുഹമ്മദ്, ഇവിടെയാണ് മുഹമ്മദ് എന്ന് പേര് വന്നിട്ടുള്ളത്. മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് ലഭിച്ച വിശുദ്ധ ഖുർആനിലും വിശ്വസിച്ച് പ്രവർത്തനങ്ങൾ നന്നാക്കിയവരാണ് വിശ്വാസികൾ. എന്നാൽ അവിശ്വാസികൾ സത്യവിരുദ്ധമായ കാര്യങ്ങളാണ് ചെയ്തുകൊണ്ടിരിക്കുന്നത് എന്നതാണ്. ഈ സൂറത്തിൽ യുദ്ധവുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ 4 മുതൽ 14 വരെയുള്ള ആയത്തുകളിൽ വിശദീകരിക്കുന്നു. ഇസ്ലാം എപ്പോഴും ആഗ്രഹിക്കുന്നത് സമാധാനമാണ്. പ്രബോധന പ്രവർത്തനങ്ങൾ നടത്തേണ്ടത് ഭീകരാന്തരീക്ഷം സൃഷ്ടിച്ചുകൊണ്ടല്ല. എന്നാൽ ഈ സൂറത്തിൽ യുദ്ധത്തെക്കുറിച്ച് പറയുന്നു. ഈ ഇറങ്ങുന്ന സമയത്ത് ഈ ആയത്തിറങ്ങുന്ന സമയത്ത് ജീവിച്ചിരുന്ന റസൂലിനോടും സഹാബത്തിനോടുമാണ് അഭിസംബോധനം ചെയ്യുന്നത് എന്ന് പ്രത്യേകം ഓർക്കുക. മക്കയിൽ ഒരു നിലക്കും ജീവിക്കാൻ അനുവദിക്കാതെ നിരന്തരം അക്രമവും കൊലപാതകവും ശത്രുക്കൾ നടത്തിക്കൊണ്ടിരുന്നു. സഹിക്കവയ്യാതെ മദീനയിലേക്ക് നബിയും സഹാബത്തും ഹിജറ പോയി. അവിടെയും ജീവിക്കാൻ അനുവദിച്ചില്ല. മാത്രമല്ല, യുദ്ധത്തിന് തയ്യാറായി വരുന്ന ഒരു സമൂഹത്തോടാണ് വിശുദ്ധ ഖുർആൻ ഇങ്ങനെ പറയുന്നത്, വഇദാ ലഖീതുമുൽ ലദീന കഫറു. പ്രത്യേകം ശ്രദ്ധിക്കുക, യുദ്ധത്തിന് തയ്യാറായി വരുന്ന ആളുകളോട് മാത്രമാണ് ഈ ആയത്ത് പ്രത്യേകമായി ശ്രദ്ധിക്കേണ്ടത്. യുദ്ധത്തിന് ഒരുങ്ങി പുറപ്പെട്ടു വരുന്ന ജനതയോട് ഏറ്റുമുട്ടണമെന്നും വേണ്ടി വന്നാൽ വകവരുത്തണമെന്നും
റസൂലിനോടും സഹാബത്തിനോടും ഓർമ്മപ്പെടുത്തുകയാണ്. മഹാഭാരതം കുട്ടികളെ പഠിപ്പിക്കുന്നത് എന്താണ്? കപടമാർഗത്തിലൂടെ തട്ടിയെടുത്ത അവകാശങ്ങൾക്കും പദവികൾക്കും വേണ്ടി പോരാടിയതുപോലെ നാം നമ്മുടെ അവകാശങ്ങൾക്ക് വേണ്ടി പോരാടണമെന്നതാണ്. കുരുക്ഷേത്ര യുദ്ധത്തിൽ ഓരോ ദിവസവും മരണപ്പെട്ടവരുടെ എണ്ണം എത്രയാണ്? എന്നാൽ യുദ്ധമുഖത്ത് ആണെങ്കിൽ പോലും വൃദ്ധന്മാർ, കുട്ടികൾ, സ്ത്രീകൾ മുതലായവരെ ഒന്നും ചെയ്യരുതെന്നും മുറിവേറ്റ് കിടക്കുന്നവരെ ജീവഹാനി വരുത്തരുതെന്നും നബി സല്ലല്ലാഹു അലൈഹി വസല്ലം കർശനമായി പറയുന്നുണ്ട്. മാത്രമല്ല, യുദ്ധത്തടവുകാരെ ഒന്നുകിൽ ദയാപൂർവം വിട്ടയക്കുക, അല്ലെങ്കിൽ മോചനദ്രവ്യം വാങ്ങി വിട്ടയക്കുക എന്ന് പ്രത്യേകം റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നുണ്ട്. മാത്രമല്ല, ഇങ്ങനെയും നാം ഓർക്കുക, നന്മയും പുണ്യവും ചെയ്തുകൊണ്ടിരിക്കുക. സൂറത്ത് മുംതഹിനയിൽ അള്ളാഹു പറയുന്നു, മതത്തിൽ നിങ്ങളോട് യുദ്ധം ചെയ്യാത്തവരോടും നിങ്ങളുടെ വീട്ടിൽ നിന്ന് നിങ്ങൾ പുറക്കാത്തവരോടും നന്മയിലും പുണ്യത്തിലും വർദ്ധിക്കുവാനാണ് പറയുന്നത്. ഇന്ത്യയിൽ, പ്രത്യേകിച്ച് കേരളത്തിൽ, പരസ്പരം വിശ്വാസത്തോടും നന്മയിൽ പങ്കാളികളായും ജീവിച്ചു കൊണ്ടിരിക്കുന്ന ആളുകൾക്കിടയിൽ ആരെയെങ്കിലും നമ്മൾ കൊലപ്പെടുത്തിയാൽ മുഴുവൻ ജനങ്ങളെയും കൊലപ്പെടുത്തിയതിന് തുല്യമാണെന്ന് സർവശക്തനായ അള്ളാഹു നമ്മെ ഓർമ്മിപ്പിക്കുകയാണ്. 15-ാമത്തെ ആയത്തിൽ അള്ളാഹു പറയുന്നു, എന്തിനാണ് നന്മ ചെയ്തുകൊണ്ടിരിക്കണമെന്ന് വിശുദ്ധ ഇസ്ലാം ആവശ്യപ്പെടുന്നത്? ഇവിടെ അടിച്ചമർത്തി ഭരണസിരാകേന്ദ്രങ്ങളിരിക്കാനല്ല, മറിച്ച് സ്വർഗപ്രവേശനത്തിന് വേണ്ടിയാണ്. എന്താണ് ആ സ്വർഗത്തിലുള്ളത്? ഇങ്ങനെ സ്വർഗത്തെ വർണ്ണിച്ച മറ്റൊരായത്ത് കണ്ടിട്ടില്ല, ഉണ്ടോ എന്ന് ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് എനിക്ക് പറഞ്ഞു തരാവുന്നതാണ്. വളരെ സുന്ദരമായ തേനും പാലും ഒഴുക്കുന്ന സ്വർഗത്തിൽ നമുക്ക് പ്രവേശിക്കണം. ഏതാണ് ആ ആയത്ത്? യാതൊരു പകർച്ചയും പറ്റാത്ത വെള്ളത്തിൻ്റെ അരുവികൾ, രുചി വ്യത്യാസം വരാത്ത പാലിൻ്റെ അരുവികൾ, കുടിക്കുന്നവർക്ക് സ്വാദുള്ള മദ്യത്തിൻ്റെ അരുവികൾ, ശുദ്ധി ചെയ്ത തേനിൻ്റെ അരുവികൾ, വലഹും ഫിഹാ മിൻ കുല്ലി സമറാത്തി വമഗ്ഫിറത്തും മിർ റബ്ബിഹിം, എല്ലാ ഫലങ്ങളും പാപമോചനവുമുള്ള അള്ളാഹുവിൻ്റെ സ്വർഗം. എന്നാൽ നരകത്തിലോ വസുഖൂ മാഅൻ ജമീഅൻ ഫഖത്തഅ അംആഅഹും, അതേ കുടലുകളെ നുറുക്കിക്കളയുന്ന പാനീയം. അള്ളാഹു നമ്മയെല്ലാം കാത്തുരക്ഷിക്കുമാറാവട്ടെ. കപടവിശ്വാസികളുടെയും സത്യവിശ്വാസികളുടെയും സ്വഭാവം 16 മുതൽ 31 വരെ ആയത്തുകളിൽ അള്ളാഹു പറയുന്നു. ആരാണ് കപടവിശ്വാസികൾ? സ്വന്തം ഇച്ഛയെ പിൻപറ്റുന്നവർ, ഒന്നും വ്യക്തമായി കേട്ട് മനസ്സിലാക്കാത്തവർ, എപ്പോഴും ഇസ്ലാമിനെയും മുസ്ലിങ്ങളെയും പരിഹസിക്കുന്നവർ, അധികാരം ലഭിച്ചാൽ കുഴപ്പമുണ്ടാക്കുന്നവർ, കുടുംബബന്ധം മുറിച്ചു കളയുന്നവർ. എന്നാൽ വിശ്വാസികളുടെ സ്വഭാവം ഭയഭക്തിയും സൂക്ഷ്മതയും കാണിക്കുന്നവർ, മരണത്തെയും മദ്യദിനത്തെയും ഭയപ്പെടുന്നവർ, ലാ ഇലാഹ ഇല്ലല്ലാ എന്ന കലിമത്ത് തൗഹീദിൽ അടിയുറച്ച് വിശ്വസിക്കുന്നവർ. നമ്മളിൽപ്പെട്ട ഓരോ വ്യക്തിയും, ആണായാലും പെണ്ണായാലും, അള്ളാഹുവിനോട് പാപമോചനത്തിന് വേണ്ടി പ്രാർത്ഥിച്ചു കൊണ്ടിരിക്കുന്നവർ. കാരണം അള്ളാഹു പറയുന്നു, പ്രത്യേകം ശ്രദ്ധിക്കുക, വല്ലാഹു യഅലമു മുതഖല്ലബകും വമസ്വാകും, നിങ്ങളുടെ വാസസ്ഥലവും ചലനസ്ഥലവും അള്ളാഹു അറിയുന്നു എന്നതാണ്. അടുത്തതായി സൂറത്തു ഫത്ഹ്, മദനി സൂറത്ത്. ഹിജ്റ 6-ാം വർഷം ഹുദൈബിയ സന്ധി കഴിഞ്ഞ് മടങ്ങുമ്പോഴാണ് ഈ ആയത്ത് അള്ളാഹു അവതരിപ്പിക്കുന്നത്. ഉമർ ഖത്താബ് റളിയല്ലാഹു അൻഹു പറയുകയാണ്, ഞങ്ങൾ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുമായി ഒന്നിച്ച് യാത്രയിൽ ഒരു കാര്യത്തെക്കുറിച്ച് സംശയം ചോദിച്ചു കൊണ്ടിരുന്നു. ഞാൻ പല പ്രാവശ്യം റസൂലിനോട് ചോദിച്ച് ബുദ്ധിമുട്ടാക്കിയോ എന്ന ഒരു പേടി എനിക്കുണ്ടായി. അങ്ങനെ ഞാൻ പേടിച്ചിരിക്കുമ്പോഴാണ് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം എന്നെ വിളിച്ചത്. എന്നിട്ട് റസൂലുള്ള ഇങ്ങനെ പറഞ്ഞു, കഴിഞ്ഞ രാത്രിയിൽ എനിക്കൊരു സൂറത്ത് അവതരിച്ചു. ഈ ലോകത്തെക്കാളും അതിലുള്ള സർവ്വവസ്തുക്കളെക്കാളും എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ടതാണത്. ഇന്നാ ഫതഹ്നാ ലക ഫതഹം മുബീനാ, നിശ്ചയമായും നിനക്ക് പ്രത്യേക വ്യക്തമായ വിജയം നൽകിയിരിക്കുന്നു എന്ന്. 1 മുതൽ 3 വരെയുള്ള ആയത്തുകളിൽ ഹുദൈബിയ സന്ധി മുഖേന ഉണ്ടായ ഗുണങ്ങളാണ്. ഒന്നാമത്തേത്, ഹുദൈബിയ സന്ധി മുഖേന മക്ക വിജയത്തിന് വഴി തെളിയിച്ചു. രണ്ടാമത്തേത്, റസൂലിന് മുൻകഴിഞ്ഞതും വരാനിരിക്കുന്നതുമായ പാപങ്ങളെല്ലാം പുറത്തു കൊടുത്തു. മാത്രമല്ല, മൂന്നാമത്തേത്, അള്ളാഹുവിൻ്റെ അനുഗ്രഹം റസൂലിന് പരിപൂർണമായി കൊടുത്തു. നാലാമത്തേത്, ചൊവ്വായ വഴിക്ക് നയിക്കാൻ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയ്ക്ക് സാധിച്ചു. 4 മുതൽ 5 വരെയുള്ള ആയത്തുകളിൽ
സത്യവിശ്വാസികൾക്ക് ആ വിജയം മൂലമുണ്ടായ കാര്യങ്ങളാണ്. ഒന്നവർക്ക് മനഃശാന്തി ലഭിച്ചു, രണ്ട് സത്യവിശ്വാസത്തിൽ വർധനവുണ്ടായി, മൂന്നാമത്തേത് സ്വർഗപ്രവേശനം സത്യമായി, നാലാമത്തേത് പാപമോചനം അവർക്കുണ്ടായി. 6-7 ആയത്തുകളിൽ ബഹുദൈവ വിശ്വാസികൾക്കും കപടവിശ്വാസികൾക്കും സംഭവിച്ച പ്രയാസങ്ങളെക്കുറിച്ച് പറയുന്നു. 8-9 വചനങ്ങൾ ഈ ഉമ്മത്തിന് സാക്ഷിയാവാൻ വേണ്ടി റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമിനെ നിയോഗിച്ച കാര്യം പറയുന്നു. സത്യവിശ്വാസികൾക്ക് ലഭിക്കാൻ പോകുന്ന സ്വർഗത്തെക്കുറിച്ച് സന്തോഷ വാർത്ത അറിയിക്കാനും തെറ്റായി ജീവിക്കുന്നവർക്ക് ശിക്ഷയെക്കുറിച്ച് മുന്നറിയിപ്പ് നൽകാനുമാണ് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയെ നിയോഗിച്ചത് എന്ന് പറയുന്നു. 10 മുതൽ 15 വരെ ആയത്ത് റസൂലും സഹാബത്തും നടത്തിയ ബൈഅത്തുർ റിളവാൻ എന്ന് പറയുന്ന മരത്തിൻ്റെ ചുവട്ടിൽ വെച്ച് നടത്തിയ ഉടമ്പടിയാണ്. മക്കയിലേക്ക് പോയ ഉസ്മാൻ റളിയല്ലാഹു അൻഹുവിനെ വധിച്ചു എന്ന ശ്രുതി പരന്നു. ഇതിന് പ്രതികാരം ചെയ്യണം, അതിന് മരണം വരിക്കാൻ ഇസ്ലാമിന് വേണ്ടി എന്ത് ത്യാഗവും സഹിക്കാൻ തയ്യാറാണ് എന്ന് പറഞ്ഞുകൊണ്ട് സത്യവിശ്വാസികൾ സഹാബാക്കിറാം മരത്തിൻ്റെ ചുവട്ടിൽ വെച്ച് പ്രതിജ്ഞ എടുത്തതാണ് അത്. പിന്നീട് മനസ്സിലായി ഉസ്മാൻ റളിയല്ലാഹു അൻഹു ജീവിച്ചിരിപ്പുണ്ട്, അദ്ദേഹത്തിന് ഒരു പരിക്കും പറ്റിയിട്ടില്ല എന്നത്. എന്നാലും അവരുടെ സന്നദ്ധത അല്ലാഹു എടുത്തു പറയുകയാണ്. എന്നാൽ ഖുറൈശികളുമായി ഏറ്റുമുട്ടേണ്ടി വരും എന്ന ഭയം നിമിത്തം ചില ഗ്രാമീണരായ അറബികൾ പിന്നോക്കം നിന്നു. നമ്മളൊക്കെ പറയുന്നത് പോലെ എന്തെങ്കിലും ഒരു കാര്യത്തിന് നമ്മളെ വിളിക്കുമ്പോൾ ഇവിടെ ഇതാ ഞങ്ങൾ സമ്മേളനത്തിൻ്റെ ഒരുക്കങ്ങൾക്ക് വേണ്ടി നിങ്ങൾ ഒരുങ്ങി വരണം എന്ന് പറയുമ്പോൾ നമ്മളിൽപ്പെട്ട ആളുകളല്ല മറ്റു ചില ആളുകൾ പറയുന്നത് പോലെ ഞങ്ങൾക്ക് കുട്ടികളുണ്ട്, കുടുംബങ്ങളുണ്ട്, വീട്ടിലാളില്ല എന്ന് പറയുന്നത് പോലെ തന്നെ അവരിൽപ്പെട്ട ചില ആളുകൾ പറഞ്ഞു ഞങ്ങൾക്ക് കുട്ടികളും കുടുംബവുമുണ്ട് എന്ന കാരണമാണ് അവർ പറഞ്ഞത്. അവർ വിചാരിച്ചു റസൂലും സഹാബത്തും മടങ്ങി വരില്ല എന്നൊരു ധാരണയുള്ളത് കൊണ്ടാണ് ആ ഉടമ്പടിയിൽ നിന്ന് അവർ പിന്നോട്ട് നിന്നത്. എന്നാൽ ഖൈബറിൽ നിന്നും ലഭിച്ച ഗനീമത്ത് സ്വത്തുക്കൾ ഭാഗിക്കുമ്പോൾ അവർക്കും ലഭിക്കണമെന്ന മോഹം ഉദിച്ചു. എന്നാൽ ഹുദൈബിയയിൽ പങ്കെടുത്തവർക്ക് മാത്രമേ അത് നൽകാവൂ എന്ന് അല്ലാഹു പറയുകയുണ്ടായി. 16-17 ആയത്തിൽ അള്ളാഹുവിൻ്റെ മാർഗത്തിൽ അടരാടാൻ ഇനിയും സമയങ്ങളുണ്ടാകും, മടികൂടാതെ മുന്നോട്ട് വരണം, അവസരം ഉപയോഗപ്പെടുത്തണമെന്ന് സൂചിപ്പിക്കുന്നു. കാരണം നിങ്ങൾ അന്ധരോ ശാരീരികമായി വിഷമം അനുഭവിക്കുന്നവരോ രോഗികളോ അല്ലല്ലോ. അങ്ങനെ വന്നാൽ നിങ്ങൾക്ക് ഒഴിവുകഴിവുകളുണ്ടാവും. 18, 19, 20 ആയത്തുകൾ നിഷ്കളങ്കമായി ത്യാഗത്തിനും സേവനത്തിനും തയ്യാറുള്ള പക്ഷം എല്ലാ സത്യവിശ്വാസികൾക്കും ഇതുപോലെയുള്ള ഭാഗ്യങ്ങളും നേട്ടങ്ങളും കൈവരുമെന്നും ഇത് അതിന് ദൃഷ്ടാന്തമാണെന്നും അല്ലാഹു ഓർമ്മപ്പെടുത്തുന്നു. 21 മുതൽ 23 വരെ അതിനുള്ള തെളിവാണ് ഹുനൈൻ യുദ്ധം മൂലം ലഭിച്ച അനുഗ്രഹം. പേർഷ്യ റോമൻ സാമ്രാജ്യം മുസ്ലിങ്ങൾക്ക് അധീനമാകും എന്ന സന്തോഷ വാർത്തയും തെളിവാണ്. 24-25 ആയത്തുകൾ യാതൊരു സംഘട്ടനവുമില്ലാതെ രക്തച്ചൊരിച്ചിലില്ലാതെ മക്ക ജയിച്ചടക്കി എന്ന് അറിയിക്കുന്നു. 26 ആയത്ത് മക്കയിൽ ഉംറ നിർവഹിക്കാൻ കാലുകുത്താൻ സമ്മതിക്കില്ല എന്ന് പറഞ്ഞപ്പോഴും ഹുദൈബിയ സന്ധി തയ്യാറാക്കുമ്പോൾ ബിസ്മില്ലാഹിർ റഹ്മാൻ ബിസ്മില്ലാ എന്നെഴുതാൻ അനുവദിക്കാതെ വന്നപ്പോഴും വിശ്വാസികൾക്കുണ്ടായ വിഷമം ചില്ലറയല്ല. എന്നാൽ അത് വലിയ ഒരു വിജയത്തിലേക്ക് വഴിതെളിച്ചു എന്നതാണ്. 27 ആയത്ത് റസൂൽ കണ്ട സ്വപ്നം അല്ലാഹു യാഥാർത്ഥ്യമാക്കി കൊടുക്കുകയാണ്. അതെ, യാതൊരു പേടിയും പേടിക്കാതെ അല്ലാഹു ഉദ്ദേശിച്ചാൽ നിശ്ചയമായും മസ്ജിദുൽ ഹറാമിൽ തലമുടി കളഞ്ഞവരും തലമുടി വെട്ടിയവരുമായി കൊണ്ട് പ്രവേശിക്കും എന്നതാണ്. 28-29 ആയത്തുകളിൽ ഇസ്ലാമാകുന്ന ഈ മതം ലോകത്തെന്നും പ്രചാരവും പ്രശസ്തിയും ഉണ്ടാകുമെന്ന് അള്ളാഹു വാഗ്ദാനം നൽകുകയാണ്. അതിന് നമ്മൾ ചെയ്യേണ്ടത് മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയ്ക്കും അദ്ദേഹത്തിൻ്റെ കൂടെ ഉണ്ടായിരുന്ന സഹാബികൾക്കുമുണ്ടായ ഗുണമാണ്. അതിലൊന്ന് സത്യനിഷേധ പ്രവർത്തനങ്ങളോട് ശക്തമായ എതിർപ്പാണ്. രണ്ടാമത്തേത് പരസ്പരം അങ്ങേയറ്റം കൃപയോടും കരുണയോടും കൂടിയുള്ള പെരുമാറ്റമാണ്. 3 റുകൂഉം സുജൂദും ചെയ്തുകൊണ്ട് നമസ്കാരം നിർവഹിച്ചു കൊണ്ടിരിക്കലാണ്. 4 സുജൂദിൻ്റെ അടയാളങ്ങളാൽ നമ്മുടെ മുഖം തിളങ്ങി നിൽക്കേണ്ടവരാണ്. ഈ ഉപമ തൗറാത്തിലുണ്ട്, ഇഞ്ചിലിലാകട്ടെ വിളയോട് ഉപമിച്ചിട്ടുമുണ്ട്. അതെ, ഇസ്ലാമാകുന്ന വിള നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പ്രബോധനം ചെയ്ത സമയത്ത് കുറച്ചാളുകൾ മാത്രമാണ് ഉണ്ടായത്. പിന്നീട് ശക്തിപ്പെട്ട് ലോകത്ത് മുഴുവൻ വ്യാപിക്കുകയുണ്ടായി. അടുത്തതായി സൂറത്ത് ഹുജറാത്ത്
മദീനയിൽ അവതരിപ്പിച്ച 18 വചനങ്ങൾ പെരുമാറ്റ മര്യാദകളാണ് ഈ സൂറത്തിൽ പ്രധാനമായും പറയുന്നത്. 1 മുതൽ 5 വരെയുള്ള ആയത്തുകൾ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് എങ്ങനെ പെരുമാറണമെന്ന് പഠിപ്പിക്കുന്നു. മുറികൾ എന്ന അർത്ഥം വരുന്ന ഹുജറാത്ത് എന്നാണ് ഈ സൂറത്തിൻ്റെ പേര്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ വീട് എന്ന് പറയുന്നത് ഈന്തത്തടികൾ കൊണ്ട് നിർമ്മിക്കപ്പെട്ടിരുന്ന മുറികൾ, കമ്പിളി കൊണ്ട് മേൽപ്പുര. അങ്ങനെയുള്ള പ്രവാചകന്റെ വീട്ടിലേക്ക് തമീം ഗോത്രത്തിൽപ്പെട്ട കുറച്ചാളുകൾ ഇന്നല്ലദീന യുനാദൂനക മിൻ വറാഇൽ ഹുജറാത്തി അക്സറുഹും ലാ യഅഖിലൂൻ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ താമസിക്കുന്ന മുറിയുടെ പിന്നിലൂടെ വന്ന് കൂടുതൽ ശബ്ദത്തോടെ വന്നുകൊണ്ട് പറഞ്ഞു, നമുക്ക് കവിതയിലും മറ്റും മത്സരിക്കാം. എന്നാൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നമസ്കാരത്തിന് സമയമായതുകൊണ്ട് പള്ളിയിലേക്ക് പോയി. നമസ്കാര ശേഷം നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുമായി സംസാരിച്ചു. ശേഷം അവർ മുസ്ലിങ്ങളായി. അവരോടും മറ്റെല്ലാ ആളുകളോടുമായി സംസാര മര്യാദകൾ എങ്ങനെയാകണമെന്ന് ഈ അധ്യായം പഠിപ്പിക്കുന്നു. അള്ളാഹുവിൻ്റെയും റസൂലിൻ്റെയും കൽപ്പന അനുസരിക്കണം. സംസാരിക്കുമ്പോൾ കൂടുതൽ ശബ്ദത്തിൽ ആവരുത്. എല്ലാ കാര്യത്തിലും സൂക്ഷ്മത കാണിക്കണം. 6 മുതൽ 12 വരെയുള്ള സൂക്തങ്ങളിൽ സമൂഹത്തിൽ ജീവിക്കുമ്പോൾ നാം എന്തൊക്കെ കാര്യങ്ങൾ ശ്രദ്ധിക്കണം എന്നതാണ്. 1, ഒരു വാർത്ത കേട്ടാൽ ശരിക്കും അന്വേഷിച്ച് പഠിക്കുക. കേൾക്കുമ്പോഴേക്കും എടുത്തുചാടി തീരുമാനമെടുത്താൽ ഖേദിക്കേണ്ടി വരും. രണ്ടാമത്തേത്, 2 വിഭാഗങ്ങൾ തമ്മിൽ പരസ്പരം ഏറ്റുമുട്ടിയാൽ അവരെ യോജിപ്പിൻ്റെ മാർഗത്തിലേക്ക് കൊണ്ടുവരാൻ ശ്രമിക്കണം. മൂന്നാമത്തേത്, സ്ത്രീയായാലും പുരുഷനായാലും പരസ്പരം പരിഹസിക്കാൻ പാടില്ല. 4, അന്യോന്യം കുറവാക്കുകയോ അസഭ്യമായ അർത്ഥപ്പേരുകൾ വിളിച്ച് അപമാനിക്കുകയും ചെയ്യരുത്. 5, ഊഹങ്ങളും ചാരപ്പണികളും പരദൂഷണവും പാടേ വെണിയണം. മരണപ്പെട്ടവരുടെ ശവം തിന്നാൻ നിങ്ങൾക്ക് താല്പര്യമില്ലല്ലോ, അതേപോലെ വെറുക്കപ്പെട്ടതാണ് പരദൂഷണം. ഇതൊക്കെ ചെയ്തു പോയാൽ നമ്മൾ എന്തു ചെയ്യണം? പശ്ചാത്തപിച്ച് മടങ്ങണം. കാരണം അള്ളാഹു ഏറെ കരുണ ചെയ്യുന്നവനും പശ്ചാത്താപം സ്വീകരിക്കുന്നവനുമാണ്. മനുഷ്യാവകാശ പ്രഖ്യാപനമാണ് ഈ സൂറത്തിലുള്ള അല്ലാഹു പറയുന്നത്. ഈ സൂറത്തിലെ 13-ാമത്തെ ആയത്ത് എല്ലാവർക്കും സുപരിചിതമാണ്. യാ അയ്യുഹന്നാസ് ഇന്നാ ഖലഖ്നാകും മിൻ ദക്കരിൻ വ ഉൻസാ. നിങ്ങളെ ഞാൻ ഒരാണിൽ നിന്നും ഒരു പെണ്ണിൽ നിന്നുമാണ് സൃഷ്ടിച്ചിട്ടുള്ളത്. വജഅൽനാകും ശുഊബൻ വ ഖബായില. നിങ്ങളെ വ്യത്യസ്ത ഗോത്രങ്ങളും അതുപോലെ തന്നെ പാർട്ടികളുമാക്കിയിട്ടുള്ളത് ലിതഅറഫു, നിങ്ങൾ പരസ്പരം തിരിച്ചറിയാൻ വേണ്ടിയാണ്. ഇന്ന അക്രമക്കും ഇൻദല്ലാഹി അത്ഖാക്കും, നിങ്ങളിൽ ഏറ്റവും മാന്യനെന്ന് പറയുന്നത് അള്ളാഹുവിൻ്റെ അടുക്കൽ ഏറ്റവും സൂക്ഷ്മമായി ജീവിക്കുന്നവരാണ്. ഈ ഒരു സൂക്തം നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ അവസാന ഹജ്ജത്തുൽ വിദാഇൻ്റെ പ്രസംഗത്തിൻ്റെ പ്രസക്ത ഭാഗമായിരുന്നു. ഈ സൂക്തം ഓതിക്കൊണ്ടാണ് ഖത്തറിൽ വെച്ച് നടന്ന ലോകകപ്പ് ഫുട്ബോൾ മേളയുടെ ഉദ്ഘാടന ചടങ്ങിൽ ഗാനിം അൽ മുഫ്തിയെയും മോർഗൻ ഫ്രീമാനെയും ഒന്നിച്ചു ചേർത്തി മനുഷ്യത്വത്തിൻ്റെ പ്രാധാന്യം പ്രഖ്യാപിച്ചത്. ഈ സൂറത്തിൻ്റെ അവസാന ഭാഗമായ 14 മുതൽ 18 വരെയുള്ള ആയത്തിൽ പരാമർശിക്കുന്നത് മുസ്ലിം എന്ന പേര് കൊണ്ട് മാത്രം വിശ്വാസിയാവുകയില്ല, മറിച്ച് എന്തെല്ലാം ഗുണങ്ങൾ നമുക്ക് വേണം. ഒന്നാമത്തേത്, ഹൃദയത്തിൽ തട്ടിയുള്ള വിശ്വാസം വേണം. അള്ളാഹുവിനെയും റസൂലിനെയും അനുസരിക്കണം. വിശ്വാസത്തിൽ ലവലേശം സംശയമുണ്ടാവരുത്. 4-ാമത്തേത്, വിശ്വാസത്തിനനുസരിച്ച് സമ്പത്ത് കൊണ്ടും ശരീരം കൊണ്ടും അള്ളാഹുവിൻ്റെ മാർഗത്തിൽ അധ്വാനിക്കണം. ഇത്തരത്തിൽ പ്രവർത്തിക്കുവാൻ കിട്ടിയ അവസരം കിട്ടിയല്ലോ, അള്ളാഹു എനിക്ക് നിർമാർഗം കാണിച്ചു തന്നല്ലോ എന്നതിലാണ് നാം ആവേശം കൊള്ളേണ്ടത്. അടുത്തതായി സൂറത്തു ഖാഫാണ്. മക്കയിൽ അവതരിച്ചത്. ആയത്ത് 45 നമുക്ക് പരിചയമുള്ള സൂറത്ത്. പെരുന്നാൾ നമസ്കാരത്തിൽ അതുപോലെ തന്നെ മറ്റുള്ള വെള്ളിയാഴ്ചകളിലും നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പ്രത്യേകം സുന്നത്താക്കി പറഞ്ഞിട്ടുള്ള സൂറത്താണ്. ഖാഫ് എന്ന അധ്യായം മുതലാണ് മുഫസ്സലാത്തായ സൂറത്തുകൾ ആരംഭിക്കുന്നത് എന്ന് മഹാന്മാരായ പണ്ഡിതന്മാർ വിശദീകരിച്ചിട്ടുണ്ട്. അതുകൊണ്ട് ഉദ്ദേശം എന്താണ്? ചെറിയ ആയത്തുകളുടെ അവസാനത്തിൽ പ്രാസസ്വഭാവമുള്ള അക്ഷരക്രമം. ഖാഫ് വൽ ഖുർആനിൽ മജീദ്, മഹത്വമേറിയ ഖുർആൻ കൊണ്ട് സത്യം ചെയ്തുകൊണ്ട് അള്ളാഹു പറയുന്നു. 1 മുതൽ 11 വരെയുള്ള ആയത്തുകൾ എപ്രകാരമാണ് അള്ളാഹു പുനർജന്മം നടത്തുന്നത് എന്ന് വ്യക്തമാക്കുന്നു. ആകാശത്തെ സ്ഥാപിക്കുകയും ഒരു പോരായ്മയുമില്ലാതെ നക്ഷത്രങ്ങളെ കൊണ്ട് അലങ്കരിക്കുകയും ചെയ്ത അള്ളാഹു ഗോളാകൃതിയായ ഭൂമിയെ നീട്ടി വിശാലപ്പെടുത്തുകയും പർവ്വതങ്ങൾ സ്ഥാപിച്ച് കൗതുകങ്ങളായ ഇണകളെ ഉൽപ്പാദിപ്പിക്കുകയും ചെയ്തു. നിറയെ ഫലങ്ങളുള്ള ഈത്തപ്പനകൾ,
മറ്റു ധാന്യങ്ങൾ ഉൽപ്പാദിപ്പിച്ചു കൊണ്ടിരിക്കുന്ന തോട്ടങ്ങൾ, ഇവയെല്ലാം ഉണ്ടായത് ആകാശത്തു നിന്ന് അള്ളാഹു മഴ വർഷിപ്പിക്കുന്നത് മൂലമല്ലേ? ഇപ്രകാരം മരിച്ചവരെ ജീവിപ്പിക്കാൻ അള്ളാഹുവിന് ഒരു പ്രയാസവുമില്ല എന്ന് വ്യക്തമാക്കുന്നു. ഈ യാഥാർത്ഥ്യത്തെ അംഗീകരിക്കാത്ത ആളുകൾക്ക് സംഭവിച്ച ദുരന്തം 12 മുതൽ 15 വരെ ആയത്തുകളിൽ അള്ളാഹു വ്യക്തമാക്കുന്നു. ഒന്നാമത്തത് റസ്സുകാരാണ്. അവരുടെ പ്രത്യേകത എന്താണ്? ധാരാളം വെള്ളത്താവളങ്ങളുള്ള സ്ഥലത്താണ് അവർ താമസിച്ചത്. രണ്ടാമത് സമൂദ് ഗോത്രം, വലുപ്പത്തിലും കയ്യൂക്കിലും നിസ്തുലമായ ജനത, വമ്പിച്ച പാറകൾ വെട്ടിത്തുറന്ന് വീടും കെട്ടിടവും നിർമ്മിച്ചവർ, ഉയർന്ന കുന്നുകൾക്കിടയിൽ ഉന്നത കെട്ടിടങ്ങൾ ഉണ്ടാക്കിയവർ, ആദ്യ സമുദായം, വലിയ അധികാരശക്തിയുള്ള ഫറോവ, ലൂത്ത് നബിയുടെ ജനത, മരങ്ങൾ ധാരാളമുള്ള സ്ഥലത്ത് താമസിച്ച ശുഐബ് നബി അലൈഹിസ്സലാത്തു വസ്സലാമിൻ്റെ ജനത, രാജകുടുംബത്തിലെ തുബ്ബ എന്ന പേരുള്ള സദ്വൃത്തനായ രാജാവിൻ്റെ ജനത. ഇങ്ങനെ സത്യത്തിന് എതിൽപ്പുറം തിരിഞ്ഞു നിൽക്കുന്ന ആരായിരുന്നാലും അവർക്കൊക്കെ ഈ ഗതികേട് വരുമെന്ന് അള്ളാഹു താക്കീത് ചെയ്യുന്നു. 16 മുതൽ 18 വരെയുള്ള ആയത്തുകളിൽ മനുഷ്യരും അള്ളാഹുവും തമ്മിലുള്ള ബന്ധത്തെപ്പറ്റിയാണ്. വലഖദ് ഖലഖനൽ ഇൻസാൻ വനഅലമു മാ തുവസ്വിസു ബിഹി നഫ്സുഹു വനഹ്നു അഖറബു ഇലൈഹി മിൻ ഹബ്ലിൽ വരീദ്. അള്ളാഹുവാണ് നമ്മെ സൃഷ്ടിച്ചത്. അതുകൊണ്ട് തന്നെ നമ്മുടെ മനസ്സ് മന്ത്രിക്കുന്നത് അവനറിയും. നമ്മുടെ കഴുത്തിൻ്റെ ഇരുവശങ്ങളിലുമായി സ്ഥിതി ചെയ്യുന്ന രക്തനാടികളായ ജീവനാടിയേക്കാൾ അള്ളാഹു അടുത്തവനാണ്. അതുപോലെ നമ്മുടെ വലതുഭാഗത്തും ഇടതുഭാഗത്തും ഇരുന്നു കൊണ്ട് നാം പറയുന്ന ഓരോ വാക്കുകളും രേഖപ്പെടുത്തി വെക്കുന്നു മലക്കുകൾ. 19 മുതൽ 22 വരെയുള്ള ആയത്തുകളിൽ മരണത്തെയും പരലോകത്തെയും വിസ്മരിച്ചുകൊണ്ട് ജീവിക്കരുത് എന്ന് ഓർമ്മപ്പെടുത്തുന്നു. 23 മുതൽ 30 വരെയുള്ള ആയത്തുകളിൽ യാഥാർത്ഥ്യങ്ങൾ തള്ളിക്കളഞ്ഞതിൻ്റെ ഫലമായി അനുഭവിക്കുന്ന ദുരന്തമാണ്. ദുർവാശിക്കാരെ, നന്മ മുടക്കികളെ, സംശയാലുക്കളെ, അക്രമം കാണിച്ചവരെ, എല്ലാറ്റിനും പുറമെ അള്ളാഹു അല്ലാത്ത ആളുകളെ വിളിച്ചു പ്രാർത്ഥിച്ച കൊടിയ ശിർക്കിൽപ്പെട്ടവരെ നരകത്തിലേക്ക് പ്രവേശിക്കേണ്ടി വരുന്ന അതിദാരുണമായ അവസ്ഥയാണ്. അള്ളാഹു നമ്മയെല്ലാം കാത്തുരക്ഷിക്കുമാറാവട്ടെ. ഈ ദുരന്തത്തിൽപ്പെട്ടവർ പരലോകത്ത് വെച്ച് തർക്കവിതർക്കങ്ങൾ നടത്തുന്നു. മനുഷ്യർ പറയുമെന്നാണ്, അതെ, ഞങ്ങളെ പിഴപ്പിച്ചത് പിശാചാണ്. പിശാച് എതിർക്കുന്നു, നിങ്ങളെ തന്നെ ആക്ഷേപിച്ചാൽ മതി. അത്തരം ആൾക്കാർ നരകത്തിൽ പ്രവേശിക്കുമ്പോൾ ഇനിയുമുണ്ടോ എന്ന നരകത്തിൻ്റെ ചോദ്യവും നമ്മളെ ഞെട്ടിപ്പിക്കേണ്ടതാണ്. 31 മുതൽ 35 വരെ സ്വർഗീയ സുഖത്തെക്കുറിച്ചാണ് പറയുന്നത്. എന്തുകൊണ്ടാണ് സ്വർഗത്തിൽ പ്രവേശിച്ചത്? പാപങ്ങൾ ചെയ്യാതെ ജീവിതം കാത്തു സൂക്ഷിച്ചവരാണ്. അള്ളാഹുവിനെ അങ്ങോട്ട് കാണുന്നില്ലെങ്കിലും അവൻ ഇങ്ങോട്ട് കാണുന്നുണ്ട് എന്ന വിചാരത്തോടെ ഭയപ്പെട്ടവരാണ്. തെറ്റുകുറ്റങ്ങളിൽ നിന്നെല്ലാം പശ്ചാത്തപിച്ച് മടങ്ങിയവരാണ്. അവരോട് ഭക്തന്മാരെ, ദുനിയാവിൽ ഒരുപാട് കഷ്ടപ്പെട്ട് ജീവിച്ചു, എന്നാൽ ഇന്നു മുതൽ ശാന്തിയോടെ സമാധാനത്തോടെ സ്വർഗത്തിലേക്ക് കടക്കുക എന്ന് അള്ളാഹു പറയുന്നു. നിങ്ങൾക്ക് എന്ത് വേണമെങ്കിലും ലഭിക്കും. ഒരു കാതും കേട്ടിട്ടില്ലാത്ത, ഒരു മനുഷ്യൻ്റെ ഭാവനയിൽ തോന്നാത്ത, ഒരു കണ്ണും കാണാത്ത സ്വർഗത്തിലേക്ക് കടക്കുക എന്ന് പറയും. വലദൈന മസീദ്, കൂടുതൽ ലഭിക്കുമെന്ന് പറഞ്ഞത് റഹ്മാനായ റബ്ബിനെ കാണാനുള്ള മഹത്തായ ഭാഗ്യമാണ്. 36-37 സൂക്തങ്ങളിൽ മരണത്തിൽ നിന്നും ശിക്ഷയിൽ നിന്നും രക്ഷപ്പെടാൻ പലതും പരതി നോക്കും, എന്നാൽ ഒരു രക്ഷാമാർഗവും കാണാതെ അലയുന്ന കാഴ്ചയാണ്. 38, 39, 40 സൂക്തങ്ങളിൽ ഈ പ്രപഞ്ചത്തെ മുഴുവൻ സൃഷ്ടിച്ച് പരിപാലിച്ചു കൊണ്ടിരിക്കുന്ന, യാതൊരു തളർച്ചയും ബാധിക്കാത്ത അള്ളാഹുവിൻ്റെ മുമ്പിൽ രാത്രിയിലും പകലിൽ നമസ്കരിച്ചതിന് ശേഷം സുബ്ഹാനല്ലാ, അൽഹംദുലില്ലാ, അല്ലാഹു അക്ബർ പോലെയുള്ള ദിക്റുകൾ ചൊല്ലാനാണ്. 41 മുതൽ 45 വരെയുള്ള സൂക്തങ്ങൾ എങ്ങനെയാണ് റബ്ബിൻ്റെ മുമ്പിൽ നമ്മെ ഒരുമിച്ച് കൂട്ടുന്നത് എന്നാണ്. അതെ, കാഹളത്തിൽ ഊതുമ്പോൾ ഘോരമായ ശബ്ദം കേട്ട് എല്ലാവരും ഭൂമിയിൽ നിന്ന് പുറത്തു വരാൻ ധൃതി കൂട്ടുന്നു. അങ്ങനെ എല്ലാവരെയും റബ്ബിൻ്റെ മുമ്പിൽ ഒരുമിച്ച് കൂട്ടുന്നു. ഇങ്ങനെ ഒരുമിച്ച് കൂട്ടുക എന്നത് അള്ളാഹുവിന് എളുപ്പമാണ്. അതുകൊണ്ട് ഈ സൂറത്തിൻ്റെ അവസാനം പറയുന്ന കാര്യം നാം പ്രത്യേകം ഓർമ്മിച്ച് വെക്കുക. നഹ്നു അഅലമു ബിമാ യഖൂലൂൻ വമാ അൻത അലൈഹിം ബിജബ്ബാർ ഫദക്കിർ ബിൽ ഖുർആനി മൻ യഖാഫു ബഈദ്. മഹത്വമേറിയ ഖുർആൻ കൊണ്ട് തുടങ്ങിയ ഈ സൂറത്ത് അവസാനിപ്പിക്കുന്നതും ഈ ഖുർആൻ കൊണ്ട് തന്നെയാണ്. വിശുദ്ധ ഖുർആൻ മുമ്പിൽ വെച്ചുകൊണ്ട് പ്രബോധനം ചെയ്താൽ മതി. ആരെയും നിർബന്ധിച്ച് മതത്തിലേക്ക് കൊണ്ടുവരേണ്ടതില്ല. എന്നാൽ നമ്മുടെ ബാധ്യത നിർവഹിക്കണം. അതിനുവേണ്ടിയാണ് നമ്മൾ നിയോഗിച്ചിട്ടുള്ളത്. അവസാനമായി സൂറത്തു ദാരിയാത്താണ്. മക്കയിൽ അവതരിച്ചതാണ്. ആദ്യത്തെ 30 വചനങ്ങൾ ദാരിയാത്തി ദർവ, 1-2 ആയത്തുകൾ കാറ്റുകളെക്കുറിച്ചാണ്.
അതുപോലെ മഴവെള്ളം വഹിച്ചുകൊണ്ടിരിക്കുന്ന മേഘങ്ങളെക്കുറിച്ചാണ്, ജലമാർഗത്തിലൂടെ സഞ്ചരിക്കുന്ന കപ്പലുകളെക്കുറിച്ചാണ്, അള്ളാഹുവിൻ്റെ കൽപ്പന അനുസരിച്ചുകൊണ്ട് പ്രവർത്തിക്കുന്ന മലക്കുകളെക്കുറിച്ചാണ്. എന്നാൽ വിവിധ തരം ഇതൊക്കെ സത്യം ചെയ്ത് പറയുന്നത് എന്തിനാണ്? അതിൽ അടങ്ങിയ രഹസ്യങ്ങൾ നാം അറിയാൻ വേണ്ടിയാണ്. 5-6 ആയത്തുകളിൽ ഇതൊക്കെ സത്യമെങ്കിൽ പ്രതിഫല നാളും സത്യമാണ് എന്നതാണ്. വെറുതെ വിശ്വസിക്കേണ്ട, തെളിവിൻ്റെ അടിസ്ഥാനത്തിൽ വിശ്വസിച്ചാൽ മതി. കെട്ടുറപ്പുള്ള ആകാശത്തെ നോക്കൂ, ആകാശവിസ്മയങ്ങൾ എന്നും അത്ഭുതമാണ്. ചിന്താശൂന്യരായ ആളുകളല്ലാതെ വഴിതെറ്റിപ്പോകില്ല. വഴികേടിലാകുന്നവർ ആരാണ്? തെളിവോ ന്യായമോ ഇല്ലാതെ ഊഹിച്ച് പറയുന്നവർ, വിഡ്ഢിത്തത്തിലും അജ്ഞതയിലും ഒഴുകി തൻ്റെ ഇടവും ബോധവും നഷ്ടപ്പെട്ടവർ. 12, 13, 14 ആയത്തുകളിൽ ഇത്തരത്തിൽ ജീവിക്കുന്ന ആളുകൾ പരിഹാസത്തോടെ ചോദിക്കുന്നു, എപ്പോഴാണ് പ്രതിഫലം ലഭിക്കുന്നത്? ധൃതി കൂട്ടുകയാണവർ. എന്നാൽ അള്ളാഹു പറയുന്നു, നിങ്ങൾ തന്നെ ആസ്വദിക്കും, ധൃതി കൂട്ടേണ്ടതില്ല. 15 മുതൽ 19 വരെ എന്തുകൊണ്ടാണ് സ്വർഗത്തോപ്പുകളിലും അരുവികളിലും പ്രവേശിച്ചതെന്ന് പറയുന്നു. 1, ദുനിയാവിൽ ജീവിച്ചപ്പോൾ നന്മ ചെയ്തവർ. കാനു ഖലീലം മിനൽ ലൈലി മാ യഹ്ജഊൻ, രാത്രിയിൽ ഉറക്കം കുറച്ചെഴുന്നേറ്റ് നമസ്കരിച്ചവർ. 3, പാതിരാ സമയത്ത് പാപമോചനത്തിന് വേണ്ടി തേടിയവർ. വഫി അംവാലിഹിം ഹഖ്ഖും മഅലൂം, ധനം ചെലവഴിച്ചവർ. നമസ്കരിക്കുന്നതോടൊപ്പം ചോദിച്ചു വരുന്നവർക്കും തൻ്റെ വിഷമം ആരോടും പറയാതെ ജീവിക്കുന്നവർക്കും സമ്പത്ത് നൽകണമെന്ന് പറയുന്നു. 20 മുതൽ 23 വരെ മരണശേഷമുള്ള രക്ഷാശിക്ഷകളെ ഓർമ്മപ്പെടുത്തുന്നു. ഭൂമിയിലേക്കും ആകാശങ്ങളിലേക്കും നിങ്ങളിലേക്ക് തന്നെയും നോക്കൂ. നിങ്ങൾ സംസാരിക്കുന്നുണ്ടെങ്കിൽ അതുപോലെ സത്യമാണ് മരണശേഷമുള്ള ശിക്ഷയും രക്ഷയും. 24 മുതൽ 30 വരെ ഈ ജുസുവിൻ്റെ അവസാനത്തിൽ ഇബ്രാഹിം നബി അലൈഹിസ്സലാത്തു വസ്സലാമിൻ്റെ അടുക്കൽ മനുഷ്യരൂപത്തിൽ മലക്കുകൾ വന്നതാണ്. ഹൽ അതാക ഹദീസു ലൈഫി ഇബ്രാഹിം അൽ മുക്രമീൻ എന്ന് തുടങ്ങുന്ന ആയത്ത്. മലക്കുകൾ സലാം പറഞ്ഞു. ഇബ്രാഹിം നബി അലൈഹിസ്സലാത്തു വസ്സലാം മടക്കി. ഭാര്യ പശുക്കുട്ടിയെ പാകം ചെയ്തുകൊണ്ട് വന്നു. അവർ ഭക്ഷിക്കാതെ വന്നപ്പോൾ ഇബ്രാഹിം നബി അലൈഹിസ്സലാത്തു വസ്സലാം പേടിച്ചു. ഖാലു ലാ തഖഫ് ഫബശ്ശറുഹു ബിഗുലാമിൻ അലീം, ഞങ്ങളൊരു സന്തോഷ വാർത്ത അറിയിക്കാനാണ്. വിവരമുള്ള കുട്ടിയെ അള്ളാഹു നൽകുമെന്ന സന്തോഷ വാർത്തയാണ് എന്ന് പറഞ്ഞുകൊണ്ട് ആ മലക്കുകൾ വന്നു പറഞ്ഞു. ആ സമയത്ത് ഭാര്യ മുഖത്തടിച്ച് ശബ്ദമുണ്ടാക്കി പറഞ്ഞു, മക്കളുണ്ടാകാൻ സാധ്യതയില്ലാത്ത കിഴവിയായ എനിക്ക് കുട്ടിയോ? മലക്കുകൾ പറഞ്ഞു, അപ്രകാരമാണ് സർവശക്തനായ അള്ളാഹു സന്തോഷ വാർത്ത അറിയിച്ചിട്ടുള്ളത്. അതുകൊണ്ട് ഈ കൂടുതൽ പഠനത്തിന് വേണ്ടി ഞാൻ അവസാനിപ്പിക്കുന്നു. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി. ബിസ്മില്ലാ അൽഹംദുലില്ലാ വസ്സലാത്തു വസ്സലാമു അലാ റസൂലില്ലാ വഅലാ ആലിഹി വസഹ്ബിഹി അജ്മഈൻ. അമ്മാ ബഅദ് ഫഇന്ന ഖൈറൽ ഹദീസ് കിതാബുല്ലാഹ് വഖൈറൽ ഹദി ഹദി മുഹമ്മദിൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം വശറൽ ഉമൂരി മുഹ്ദസാത്തുഹാ വകുല്ലു മുഹ്ദസത്തിൻ ബിദ്അ വകുല്ലു ബിദ്അത്തിൻ ളലാല. അഊസു ബില്ലാഹി മിനശ് ശൈത്വാനിർ റജീം. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. ഇന്നാ ഫതഹ്നാ ലക ഫത്ഹൻ മുബീനാ. സൂറ ഫത്ഹിലാണ് ഹുദൈബിയ സന്ധിയെക്കുറിച്ച് നമുക്ക് മനസ്സിലാക്കാനും പഠിക്കാനും സാധിക്കുന്നത്. ഇസ്ലാമിക ചരിത്രത്തിലെ നിർണായകമായ സുപ്രധാനമായ ഒരു വഴിത്തിരിവിന് നാന്ദി കുറിച്ച സംഭവമാണ് ഹുദൈബിയ സന്ധി. ഹിജ്റ വർഷം 6 റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയും സഹാബികളും മക്കയിലെ ഉംറ കർമ്മം നിർവഹിക്കുന്നതിന് വേണ്ടി മദീനയിൽ നിന്ന് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയും സഹാബികളും ഏകദേശം 1400ഓളം പേർ പുറപ്പെടുകയുണ്ടായി. മദീനയിൽ നിന്ന് പുറപ്പെടുമ്പോൾ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ മീഖാത്തായിട്ടുള്ള ദുൽ ഹുലൈഫയിൽ വെച്ച് അവർ ഇഹ്റാമിൻ്റെ വേഷമണിയുകയും മറ്റ് പ്രാരംഭ കർമ്മങ്ങൾക്ക് തുടക്കം കുറിക്കുകയും ചെയ്തു. എന്നാൽ ഒരാളെപ്പോലും മക്കയിൽ പ്രവേശിക്കാൻ അനുവദിക്കാതെ ഒന്നിച്ച് തന്നെ തിരിച്ച് അയക്കുമെന്ന് ശത്രുക്കൾ പറഞ്ഞതായി ദൂതന്മാർ മുഖേന മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് വിവരം കിട്ടി. ഈ വിവരത്തിനനുസരിച്ച് അവരുമായി സംഭാഷണം നടത്താൻ, അതിൻ്റെ നിജസ്ഥിതിയെക്കുറിച്ച് മനസ്സിലാക്കാൻ വേണ്ടിയിട്ട്
ഉസ്മാൻ ഇബ്നു അഫ്ഫാൻ റളിയല്ലാഹു അൻഹുവിനെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം മക്കയിലേക്ക് അയക്കുകയുണ്ടായി. എന്നാൽ ഉസ്മാൻ റളിയല്ലാഹു അൻഹു മക്കയിൽ വെച്ച് കൊല്ലപ്പെട്ടു എന്ന വിവരമാണ് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് ലഭിച്ചത്. അതൊരു കിംവദന്തിയായിരുന്നു. അതുകൊണ്ട് തന്നെ മരിക്കുന്നത് വരെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയോടൊപ്പം എല്ലാ സന്ദർഭത്തിലും ഒരുമിച്ച് നിൽക്കുമെന്ന് സഹാബികൾ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കൈ ബൈഅത്ത് ചെയ്യുകയുണ്ടായി, പ്രതിജ്ഞ ചെയ്തു. അതൊരു മരത്തിൻ്റെ ചുവട്ടിൽ വെച്ചായിരുന്നു. അതുകൊണ്ട് തന്നെ ബൈഅത്തു ഷജറ എന്നും ബൈഅത്തു റിദ്വാൻ എന്നും അതിന് പേര് വന്നു. ഒരു യുദ്ധത്തിനിറങ്ങുന്നത് ശരിയല്ലെന്ന് ബോധ്യമാകുന്നത് കൊണ്ട് തന്നെ കരാർ ഉണ്ടാക്കാമെന്ന തീരുമാനത്തിലേക്കാണ് പിന്നീട് മക്കയിലെ മുശ്രിക്കുകൾ എത്തിയത്. അതുകൊണ്ട് തന്നെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയും സഹാബികളും യുദ്ധത്തിന് കോപ്പുകൂട്ടുകയും അല്ലെങ്കിൽ അത്തരത്തിലുള്ള ശരിക്കും ഉസ്മാൻ ഇബ്നു അഫ്ഫാൻ റളിയല്ലാഹു അൻഹു കൊല്ലപ്പെട്ടു എന്ന കിംവദന്തി കേട്ടപ്പോൾ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് വല്ലാത്ത പ്രയാസം തോന്നുകയും അവർ യുദ്ധത്തിന് തയ്യാറാവുകയും ചെയ്തതാണ്. പക്ഷേ മുശ്രിക്കുകൾക്ക് അവരോടുള്ള ഒരു യുദ്ധം വേണ്ട എന്ന നിലയിൽ തന്നെ കരാറ് ഉടമ്പടിയോട് മുന്നോട്ട് പോകാമെന്ന് തീരുമാനിക്കുകയാണ് ഉണ്ടായത്. റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയും മുശ്രിക്കുകളുടെ ഭാഗത്തു നിന്ന് സഹ്ൽ ബിൻ അംറും തമ്മിലാണ് കരാർ എഴുതിയത് അലി റളിയല്ലാഹു അൻഹു ആണ്. അദ്ദേഹം ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം എന്ന് കരാറിൽ തുടക്കത്തിൽ തന്നെ എഴുതിയപ്പോൾ അത് സഹ്ൽ ബിൻ അംറിന് ഒട്ടും സഹിക്കാൻ പറ്റിയില്ല. അദ്ദേഹം അത് അങ്ങനെ എഴുതരുതെന്ന് പറയുകയും എഴുതാൻ സമ്മതിക്കാതിരിക്കുകയും ചെയ്തു. അത് കഴിഞ്ഞതിന് ശേഷം അലി റളിയല്ലാഹു അൻഹു മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയിൽ നിന്ന് എന്ന ഒരു പ്രസ്താവനയിലാണല്ലോ തുടങ്ങുന്നത്. അതും അദ്ദേഹത്തിന് മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം എന്ന് പറഞ്ഞത് അദ്ദേഹത്തിന് ഒട്ടും ഉൾക്കൊള്ളാനായില്ല. അപ്പോൾ അദ്ദേഹം പറഞ്ഞു, അങ്ങനെയാണെങ്കിൽ മുഹമ്മദ് അള്ളാഹുവിൻ്റെ ദൂതനും പ്രവാചകനുമാണ് എന്നൊക്കെ ഞങ്ങൾ സമ്മതിക്കുകയാണെങ്കിൽ പിന്നെ ഇത്തരത്തിലുള്ള ഒരു പ്രശ്നം തന്നെ ഇല്ലല്ലോ. അതുകൊണ്ട് ഒരിക്കലും അങ്ങനെ എഴുതാൻ പറ്റില്ല, മുഹമ്മദ് ബിൻ അബ്ദില്ല എന്ന് മാത്രമാണ് എഴുതാൻ പാടുള്ളൂ എന്ന് അദ്ദേഹം നിർദ്ദേശിക്കുകയുണ്ടായി. എല്ലാ കാര്യങ്ങൾക്കും റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം സമ്മതിച്ചു. ഈ കരാറിലെ വ്യവസ്ഥകളെ നമ്മൾ പഠിക്കുമ്പം പ്രധാനമായും 4 വ്യവസ്ഥകളാണ്. കരാറിൻ്റെ ചുരുക്കം ഇങ്ങനെയാണ്: ഇരു കൂട്ടർക്കും ഇടയിൽ 4 കൊല്ലം യുദ്ധം നിർത്തിവെക്കണം എന്നത് ഒന്നാമത്തത്. രണ്ടാമത്തത്, ഖുറൈശികളിൽ നിന്ന് മുസ്ലിം പക്ഷത്തേക്ക് വരുന്നവരെ അങ്ങോട്ട് തിരിച്ചയക്കണം. ഖുറൈശികളിൽ നിന്ന് മുസ്ലിം പക്ഷത്തേക്ക് വരുന്നവരെ അങ്ങോട്ടേക്ക് തന്നെ തിരിച്ചയക്കണം. മുസ്ലിങ്ങളിൽ നിന്നും ഖുറൈശി പക്ഷത്തേക്ക് ആരെങ്കിലും വരുന്നുണ്ട് എങ്കിൽ അവരെ തിരിച്ചയക്കാതിരിക്കുകയും വേണം. ഇതാണ് രണ്ടാമത്തെ കരാർ. മൂന്നാമത്തേത്, അടുത്ത കൊല്ലം തിരുമേനിയും സഹാബികളും നിരായുധരായി വന്ന് ഉംറ കർമ്മം നിർവഹിക്കുക. സ്വാഭാവികമായിട്ടും അറബികളുടെ അവരുടെ ഒരു ജീവിത രീതിയുടെ ഭാഗമാണ് അവർക്കൊരു ചെറിയ വാളുണ്ടായിരിക്കും എന്നത്. ആ ഉറയിലിടുന്ന വാള് സൂക്ഷിക്കാം എന്നതല്ലാതെ മറ്റൊരായുധവും കൊണ്ടുവരരുത് എന്നും അങ്ങനെ ഒരു ആയുധം പോലും കൊണ്ടുവരാതെയാണ് വരേണ്ടത് എന്നും അവ കരാറിൽ നിശ്ചയിച്ചു. മാത്രമല്ല അങ്ങനെ വരികയും 3 ദിവസം അവിടെ താമസിക്കുകയും ചെയ്യാം എന്നും തീരുമാനിച്ചു. നാലാമത്തത്, ഇരു കക്ഷികളും അവരവരുടെ ഇഷ്ടം പോലെ ആരുമായും സഖ്യത്തിൽ ഏർപ്പെടാമെന്നും അതിന് വിരോധമില്ലെന്നും തീരുമാനിക്കുകയുണ്ടായി. സുപ്രധാനമായ ഈ 4 കരാറുകളാണ് എഴുതിയത്. പ്രത്യക്ഷത്തിൽ ഈ കരാർ മുസ്ലിം പക്ഷത്തോട് ഒട്ടും നീതിയുക്തമല്ല എന്നും നീതിരഹിതമാണ് എന്നും നമുക്ക് വായിക്കാനും പഠിക്കാനും മനസ്സിലാക്കാൻ സാധിക്കും. എങ്കിൽ പോലും റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയും സഹലും ഈ കരാറിൽ ഒപ്പുവെച്ചു. ഉമറിനെ പോലെയുള്ള സഹാബികൾ ഇത് ചൂണ്ടിക്കാണിക്കുകയും വല്ലാത്ത പ്രയാസവും വല്ലാത്ത ബുദ്ധിമുട്ടുമൊക്കെ അവർക്ക് അനുഭവിക്കുകയും ചെയ്തു. സ്വാഭാവികമായും പ്രത്യക്ഷത്തിൽ നോക്കുമ്പോൾ എല്ലാ നിലക്കും അത് ഉൾക്കൊള്ളാൻ പറ്റാത്ത വിധത്തിലുള്ള ഒരു കരാറും ഒരു നിബന്ധനയുമൊക്കെയാണ്. നമുക്ക് ഇപ്പോൾ വായിക്കുമ്പോൾ പോലും അത് പ്രത്യക്ഷത്തിൽ അത് മനസ്സിലാക്കി കഴിയുമ്പോൾ നമുക്ക് വല്ലാത്തൊരു സങ്കടവും ഒരു വിഷമമൊക്കെ തോന്നുന്നതാണ്. റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഈ തീരുമാനത്തെ ഖുർആൻ നമ്മൾ മനസ്സിലാക്കേണ്ടത്, ഈ ഒരു തീരുമാനം റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം എടുത്തപ്പോൾ ആ തീരുമാനത്തെ ഖുർആൻ വിശേഷിപ്പിച്ചത് സ്പഷ്ടമായ വിജയം എന്നാണ്. അതാണ് തുടക്കത്തിൽ ഓതിയത്, ഇന്നാ ഫതഹ്നാ ലക ഫത്ഹൻ മുബീന. തീർച്ചയായും നാം നിനക്ക് സ്പഷ്ടമായിട്ടുള്ളൊരു വിജയമാണ് നൽകിയിരിക്കുന്നത് എന്നാണ്. എങ്ങനെയാണ് ഇത് സ്പഷ്ടമായ വിജയമാകുന്നത്? അതാണ്
ഈ ഹുദൈബിയ സന്ധി നൽകുന്ന പാഠങ്ങൾ എന്ന നിലക്ക് നമുക്ക് മനസ്സിലാക്കാനുള്ളത്. നമുക്കറിയാൻ സാധിക്കും, ഇത് എപ്പോൾ നമ്മൾ വായിക്കുമ്പോഴും ഇസ്ലാമിക ജീവിതത്തിൻ്റെ ചരിത്രത്തിലെ ഇസ്ലാമിൻ്റെ ഒരു ഏറ്റവും നിർണായകമായിട്ടുള്ളൊരു പ്രതിസന്ധിയിൽ അതിൻ്റെ ഏറ്റവും നല്ല നിലയിൽ ഒരു വിജയത്തിന് നാന്ദി കുറിച്ചിട്ടുള്ളൊരു സംഭവമാണെന്ന്. അതുകൊണ്ട് തന്നെ ഇമാം സുഹരിയെ പോലെയുള്ള ആളുകൾ പറയുന്നത്, ഞങ്ങൾ ഒരിക്കലും മക്ക വിജയമല്ല വിജയമായി കാണുന്നത്, ഹുദൈബിയ സന്ധി മൂലമുണ്ടായിട്ടുള്ള വിജയത്തെയാണ് നമ്മൾ വിജയമെന്ന് കണക്കാക്കുന്നത് എന്ന് പറയുന്നുണ്ട്. എന്ന് വെച്ചാൽ അതുവരെ ഉണ്ടായിരുന്ന, നമുക്കറിയാം മക്കയിൽ നിന്ന് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയും അനുയായികളും മദീനയിലേക്ക് പലായനം ചെയ്യുന്നത്. പ്രവർത്തനങ്ങൾ തുടങ്ങിയപ്പോൾ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയിൽ വിശ്വസിച്ചിരുന്നവർ, വളരെ താഴ്ന്ന രീതിയിൽ ജീവിച്ചിരുന്നവരും, അങ്ങേയറ്റം റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയെ സ്നേഹിക്കുകയും ഉൾക്കൊള്ളുകയും ചെയ്തവരൊക്കെ അടിമകളും മർദ്ദിതരും പീഡിതരുമായിട്ടുള്ള ആളുകളായിരുന്നു. ഒരുപാട് ത്യാഗശ്രമങ്ങൾക്ക് ശേഷമാണ് മദീനയിലെ പ്രമാണിമാരായിട്ടുള്ള ആളുകൾ, ഖുറൈശി പ്രമുഖരായിട്ടുള്ള ചിലരൊക്കെ ഇസ്ലാമിലേക്ക് കടന്നു വന്നത്. അപ്പോഴും പൂർണ്ണമായിട്ടുള്ള ആളുകൾ വന്നിട്ടുണ്ടായിരുന്നില്ല എന്ന് നമുക്കറിയാം. അതുകൊണ്ട് തന്നെ അവർക്ക് ഒരുപാട് പ്രയാസങ്ങൾ അനുഭവിക്കേണ്ടി വന്നിട്ടുണ്ട്. ലാ ഇലാഹ ഇല്ലല്ലാ എന്ന ആദർശം ഏത് കാലത്തും എവിടെയും പറയുമ്പോൾ സ്വാഭാവികമായിട്ടും അത് ഉൾക്കൊള്ളാൻ കഴിയാതിരുന്ന ആളുകൾ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയെയും റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയിൽ വിശ്വസിച്ചിരുന്ന ആളുകളെയും പീഡിപ്പിക്കുകയും മർദ്ദിക്കുകയും അവർക്ക് ഉപരോധം ഏർപ്പെടുത്തുകയും ഷേബ് അബി ത്വാലിബ് മലഞ്ചെരിവിൽ 3 വർഷക്കാലം ഭക്ഷണവും വെള്ളവും ഒന്നുമില്ലാതെ അവരെ വല്ലാതെ പ്രതിരോധിക്കുകയും ജീവിതത്തിൻ്റെ എല്ലാ അവസ്ഥയിലും അവർക്ക് ഒരുപാട് പ്രയാസങ്ങൾ അനുഭവിക്കേണ്ടി വരികയും ചെയ്തു എന്ന് നമുക്കറിയാം. അവസാനം നിവൃത്തിയില്ലാതെയാണ് അള്ളാഹുവിൻ്റെ, നമ്മൾ മനസ്സിലാക്കുമ്പോൾ 40 വയസ്സിൽ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് പ്രവാചകത്വം ലഭിച്ചിട്ട് 13 വർഷക്കാലം 53 വർഷം റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം ഒരുപാട് ദുരിതങ്ങളും പ്രയാസങ്ങളും മക്കയിൽ നിന്ന് അനുഭവിക്കുകയുണ്ടായി. അപ്പോഴൊന്നും അള്ളാഹു പലായനം ചെയ്യാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നില്ല. എപ്പോഴാണ് സഹായം എന്ന് സഹാബികൾ ചോദിക്കുമാറ് മർദ്ദിക്കപ്പെടുകയും പീഡിപ്പിക്കപ്പെടുകയും ഒക്കെ ചെയ്യപ്പെട്ടിട്ടുണ്ട് എന്ന് നമുക്കറിയാവുന്നതാണ്. അതുകൊണ്ട് തന്നെ അവസാനം അള്ളാഹുവിൻ്റെ നിർദ്ദേശപ്രകാരം പലായനം ചെയ്യാൻ കൽപ്പന കിട്ടിയപ്പോൾ അവരവിടെ നിന്ന് പോവുകയാണ് ചെയ്തത്. അവർ അത്രകാലം സ്നേഹിച്ചിരുന്ന ഒരു നാട്, ഇഷ്ടപ്പെട്ടിരുന്ന ഒരു ഭൂമിക, അവിടെ നിന്ന് പ്രിയപ്പെട്ടവരെയും വേണ്ടപ്പെട്ടവരെയും ഒക്കെ ഉപേക്ഷിച്ചുകൊണ്ട് മദീനയിലേക്ക് പോയത്, മദീനയിൽ ചെന്നതിന് ശേഷം ഉണ്ടായിട്ടുള്ള ഒരുപാട് പ്രതിസന്ധികൾ, യുദ്ധങ്ങൾ നേരിടേണ്ടി വന്നത്, അതേപോലെയുള്ള ഒരുപാട് കാര്യങ്ങൾ നമുക്ക് പഠിക്കാൻ പറ്റും. അങ്ങനെയാണ് അവർ പോയ ആ മദീനയിലേക്ക് പോയതിന് ശേഷം ഹിജ്റ 6-ാം വർഷം അവർ മക്കയിലേക്ക് തിരിച്ചു വരികയും ഒരു ഉംറ കർമ്മം മാത്രമാണ് ഉദ്ദേശിച്ചിട്ടുള്ളത്, മറ്റൊന്നും ഉദ്ദേശിച്ചിട്ടുണ്ടായിരുന്നില്ല. അങ്ങനെ ഒരു ഉംറ കർമ്മം നിർവഹിച്ച് തിരിച്ചു പോകാമെന്ന് വിചാരിക്കുമ്പോഴാണ് ശത്രുക്കൾ അതിന് സമ്മതിക്കാതിരിക്കുന്നത്. അതുകൊണ്ട് തന്നെയാണ് പിന്നീട് ഈ ഒരു കരാറ് പ്രാബല്യത്തിൽ വരികയും ഒക്കെ ചെയ്തത്. പക്ഷേ അത്തരത്തിലുള്ള ഒരു പ്രതിസന്ധി ഘട്ടത്തിൽ പോലും ഇവർ ഈ പല വിധത്തിലുള്ള നിബന്ധനകൾ, ഒരിക്കലും നമുക്ക് ഉൾക്കൊള്ളാൻ പറ്റാത്ത വിധത്തിലുള്ള നിബന്ധനകൾക്കാണ്, കരാറുകൾക്കാണ് ഒപ്പുവെച്ചതെങ്കിൽ പോലും യുദ്ധത്തിൻ്റെയും പരസ്പരം കാണുമ്പോഴുണ്ടാകുന്ന ശത്രുതയുടെയും പീഡനത്തിൻ്റെയും മർദ്ദനത്തിൻ്റെയും നാടുകടത്തലിൻ്റെയും ഒക്കെയുള്ള ഒരുപാട് പ്രതിസന്ധികളിൽ നിന്ന് ഈ ഒരു കരാറിൻ്റെ കാലഘട്ടത്തിൽ അവർക്കൊരാശ്വാസവും ഒരു സമാധാനവും ലഭിച്ചു എന്ന് നമുക്ക് മനസ്സിലാക്കാം. അതുകൊണ്ട് തന്നെ പരസ്പരം ഇടപഴകാനും കച്ചവടം നടത്താനും ക്രയവിക്രയവും മറ്റു കാര്യങ്ങളും പോക്കുവരവുകളും ഒക്കെ നടത്താൻ സാധിച്ചു എന്നതാണ്. അതുകൊണ്ട് തന്നെ പരസ്പരമുള്ള ഈ ഇടപഴകലിലൂടെ ശത്രുക്കൾ മുസ്ലിങ്ങളെ കൂടുതൽ തിരിച്ചറിയാനും മുസ്ലിങ്ങളുമായിട്ടുള്ള ഇടപഴകലിലൂടെ ഇസ്ലാം അവരിൽ ഉണ്ടാക്കിയിട്ടുള്ള മാറ്റങ്ങൾ, അവരിൽ വരുത്തിയിട്ടുള്ള ഒരുപാട് കാര്യങ്ങൾ, അവരുടെ നന്മകൾ, അവരുടെ സ്വഭാവം, അവരുടെ പെരുമാറ്റം, അവരുടെ ജീവിതം എന്തുമാത്രം മോശമായ ഒരു ജീവിത രീതിയിൽ നിന്ന്, എന്തുമാത്രം വൃത്തികെട്ട ഒരു ജീവിത സാഹചര്യത്തിൽ നിന്ന് വിശുദ്ധ ഖുർആൻ അവർ ഉൾക്കൊള്ളുകയും പഠിക്കുകയും മനസ്സിലാക്കുകയും ഈമാൻ അവരുടെ ഹൃദയത്തിലേക്ക് എത്തുകയും ചെയ്തപ്പോൾ അവരിലുണ്ടായ മാറ്റത്തെക്കുറിച്ച് മനസ്സിലാക്കാനുമൊക്കെ സാധിച്ചു എന്നതും ഇസ്ലാമിനെ കൂടുതൽ അടുത്തറിയാനും ഒക്കെ അവർക്ക് കഴിഞ്ഞു. അതുകൊണ്ട് തന്നെ നമ്മൾ വിചാരിക്കുന്നത് പോലെയുള്ള നമ്മുടെ ശത്രുക്കളല്ല മുസ്ലിങ്ങൾ എന്നതും, അവർ വളരെ നന്മയുള്ളവരും എല്ലാ നിലക്കും അവരിൽ ഒരുപാട് ഗുണങ്ങളുണ്ട് എന്നതുമൊക്കെ അവർക്ക് മനസ്സിലാക്കാൻ സാധിച്ചു എന്നതാണ്.
തങ്ങളുടെ എല്ലാ തെറ്റിദ്ധാരണകൾ നീക്കാനും ഇസ്ലാം അതോടൊപ്പം തന്നെ മുസ്ലിങ്ങൾക്ക് അവർക്ക് ഇസ്ലാമിനെക്കുറിച്ച് ജീവിതത്തിലൂടെയും അല്ലാതെയും പഠിപ്പിച്ചു കൊടുക്കാനും ഒക്കെ സാധിക്കുക വഴി ഇസ്ലാമിനെ അടുത്തറിയാനും മനസ്സിലാക്കാനും ഇസ്ലാമിലേക്ക് കൂട്ടത്തോടെ അവർ ഇസ്ലാമിനെ ആശ്ലേഷിക്കാനും തുടങ്ങി എന്നുള്ളതാണ്. ചരിത്രത്തിൽ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത് ഖാലിദ് ബിനുൽ വലീദ് നമുക്കറിയാം, ഏറ്റവും വലിയ പടനായകനാണ്. അദ്ദേഹം ഇസ്ലാം മതം സ്വീകരിച്ചത്, അതേപോലെ അംർ ബിനുൽ ആസ് ഇസ്ലാം മതം സ്വീകരിച്ചത് ഈ ഒരു കാലയളവിലാണ്. ഈ തുടക്കത്തിൽ 1400 പേരാണ് ഉംറ കർമ്മം നിർവഹിക്കുന്നതിന് വേണ്ടിയിട്ട് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയോടൊപ്പം മക്കയിലേക്ക് പുറപ്പെട്ടത് എങ്കിൽ ഹുദൈബിയ സന്ധിയുടെ കരാറും പിന്നീട് അവരത് ലംഘിക്കുകയും ഒക്കെ ചെയ്തതിന് ശേഷം അത്രമേൽ ബുദ്ധിമുട്ടും പ്രയാസങ്ങളും ഒന്നും കൂടാതെ തന്നെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമക്കും സഹാബികൾക്കും മക്ക വിജയിച്ചടക്കാൻ സാധിച്ചു എന്നതാണ്. മക്ക വിജയിച്ചടക്കുന്ന സമയത്ത് ഈ 1400-ൽ നിന്നും 10,000-ഓളം സഹാബികൾ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയോടൊപ്പം പോയിട്ടാണ് മക്ക വിജയിച്ചടക്കിയത് എന്ന് പറയുമ്പോൾ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുകയാണ്, ഹുദൈബിയ സന്ധിയുടെ എന്തൊക്കെ വിട്ടുവീഴ്ചകളും എന്തെല്ലാം വിധത്തിലുള്ള ക്ഷമയും ഒക്കെ അവർ ജീവിതത്തിൽ ചേർത്ത് വെച്ചിട്ടാണെങ്കിൽ പോലും അതിൽ നിന്ന് നമുക്ക് കിട്ടുന്ന പാഠങ്ങൾ, നന്മയുടെ വഴിയിലൂടെ നമ്മൾ മുന്നോട്ട് പോകുമ്പോൾ സ്വാഭാവികമായിട്ടും അള്ളാഹുവിൻ്റെ സഹായം ഉണ്ടാകും എന്നത് തന്നെയാണ്. അതുകൊണ്ട് തന്നെയാണ് ഇതിന് ഫത്ഹൻ മുബീന, സ്പഷ്ടമായ വിജയം എന്ന് പറയുന്നതും ആ വഴി അതുപോലെ അതിനെ മനസ്സിലാക്കാൻ സാധിക്കുന്നതുമൊക്കെയാണ്. വലിയ സംഘടനകളൊന്നും കൂടാതെ തന്നെയാണ് മക്ക വിജയിച്ചടക്കാൻ സാധിച്ചത്. എന്തുമാത്രം പ്രതിരോധവും ഏതെല്ലാം വിധത്തിലുള്ള സംഘടനകളും എന്തെല്ലാം തരത്തിലുള്ള അക്രമങ്ങളും ഒക്കെ നടക്കാവുന്ന ഒരു സംഗതി യാതൊരുവിധ പ്രയാസങ്ങളും ഇല്ലാത്ത വിധത്തിൽ അവർക്ക് പോലും അവരുടെ ഉള്ളിൽ അള്ളാഹു ഒരു ഭയം നൽകുക വഴി സ്വാഭാവികമായിട്ടും വലിയ പ്രയാസമില്ലാതെ മക്കയെ വിജയിച്ചടക്കാനും ഒരുപാട് ആളുകൾ ഇസ്ലാമിലേക്ക് കൂട്ടത്തോടുകൂടി ഇസ്ലാമിനെ ആശ്ലേഷിക്കാനും മക്ക മദീനയുമൊക്കെ അള്ളാഹുവിൻ്റെ പ്രവാചകൻ്റെ അധീനതയിൽ വരാനും ഒരുപാട് ആളുകളിലേക്ക് ഇസ്ലാമിൻ്റെ സന്ദേശങ്ങൾ എത്താനുമൊക്കെ സാധിച്ചു എന്നതാണ്. അതോടൊപ്പം ഇതിൽ മനസ്സിലാക്കാവുന്ന മറ്റു ചില പാഠങ്ങൾ കൂടിയുണ്ട്. അതെന്താണെന്ന് വെച്ചാൽ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയും സഹാബികളും ആ സമയത്ത് ഉംറ കർമ്മം നിർവഹിക്കാൻ പറ്റാതെ തിരിച്ചു പോകുമ്പോൾ സ്വാഭാവികമായിട്ടും തഹല്ലുലായിട്ട് വേണം തിരിച്ചു പോകാൻ. അപ്പോൾ അവർ തലമുണ്ടനം ചെയ്യാൻ വേണ്ടിയിട്ട് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം ഈ സഹാബികളോട് പറഞ്ഞപ്പോൾ അവരതിന് കൂട്ടാക്കുന്നുണ്ടായിരുന്നില്ല, അവരൊട്ടും അതിന് തയ്യാറാകുന്നുണ്ടായിരുന്നില്ല. റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം ഈ ഒരു പ്രതിസന്ധിയിൽ അകപ്പെട്ടപ്പോൾ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഭാര്യയാണ് അങ്ങ് ആദ്യം തലമുണ്ടനം ചെയ്ത് കാണിച്ചു കൊടുക്കൂ, അപ്പോൾ അവർ ചെയ്തോളും എന്ന് ഉപദേശിക്കുന്നത്. ഇവിടെ നമ്മൾ മനസ്സിലാക്കേണ്ടത് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഭാര്യ ഉമ്മഹാത്തുൽ മുഅ്മിനീനിൽപ്പെട്ട ഉമ്മുൽ മുഅ്മിനീൻ അവർ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് അത് പറയുന്നതോടൊപ്പം തന്നെ റസൂൽ ആദ്യം അവർ പറഞ്ഞത് കേട്ട് തലമുണ്ടനം ചെയ്യുകയും കൂടെ എല്ലാവരും അതിന് തയ്യാറാവുകയും ചെയ്തു എന്നതാണ്. സ്ത്രീകളുടെ അവകാശത്തെക്കുറിച്ച്, അവരുടെ വോട്ടവകാശം, അവരുടെ അഭിപ്രായങ്ങൾ, അവരുടെ നിർദ്ദേശങ്ങൾ ഇതൊക്കെ പാലിക്കുന്നിടത്ത് അങ്ങനെയായാൽ ശരിയാകുമോ എന്നൊക്കെ ഇപ്പോഴും ആലോചിക്കുകയും അത് പാടില്ലെന്ന് വിചാരിക്കുകയും അങ്ങനെയൊന്നും അവരുടെ വാക്കുകൾക്ക് പ്രസക്തിയില്ലെന്ന് വിശ്വസിക്കുകയും ഒക്കെ ചെയ്യുന്ന ആളുകൾ ഇപ്പോഴുമുണ്ട്. പക്ഷേ അന്ന് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം അവരെ വാക്ക് കേട്ടിട്ടാണ് അത് അതേപോലെ ചെയ്തത് എന്ന് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുകയാണ്. ഇതേപോലെ തന്നെ സാന്ദർഭികമായി നമ്മൾ മനസ്സിലാക്കുമ്പോൾ മൂസാ നബി അലൈഹിസ്സലാം മദിയൻ ദേശത്തെത്തിയിട്ട് ഈജിപ്തിൽ നിന്നും ദിവസങ്ങളോളമുള്ള യാത്രയിൽ മദിയൻ ദേശത്തെത്തിയിട്ട് വല്ലാത്ത പ്രയാസവും വല്ലാത്ത ബുദ്ധിമുട്ടുമായിട്ട് മൂസാ നബി അലൈഹിസ്സലാം പ്രാർത്ഥിക്കുന്നുണ്ട്, പടച്ച തമ്പുരാനെ നീ എനിക്ക് എന്ത് സഹായം തരികയാണെങ്കിലും അതിന് ഞാനിപ്പോൾ ഏറ്റവും അർഹനാണ് എന്ന് മൂസാ നബിയുടെ പ്രാർത്ഥനയ്ക്ക് ശേഷമാണ് മൂസാ നബി അലൈഹിസ്സലാമക്ക് അവിടെ ഒരു അനുകൂല സാഹചര്യമുണ്ടായത്. അവിടേക്ക് ആടിന് വെള്ളം കൊടുക്കാൻ വേണ്ടി 2 പെൺകുട്ടികൾ വന്നതും അവർക്ക് അവരുടെ ആടുകൾക്ക് വെള്ളം കോരി കൊടുത്തതും പിന്നീട് അവർ വീട്ടിൽ ചെന്ന് ഈ കാര്യം പറഞ്ഞതിന് ശേഷം അവരുടെ വാപ്പ നമ്മൾ മനസ്സിലാക്കുന്നത് ഷുഐബ് നബി അലൈഹിസ്സലാമയാണെന്നാണ്. അദ്ദേഹം ആ സഹായം ചെയ്ത ആൾക്ക് അതിന് കൂലി കൊടുക്കണമെന്നും കൂലി കൊടുക്കാൻ വേണ്ടിയിട്ട് ഒരു മകളെ പറഞ്ഞയക്കുകയും എന്നുവെച്ചാൽ കൂട്ടിക്കൊണ്ടുവരാൻ വേണ്ടിയിട്ട് കൂട്ടിക്കൊണ്ടുവന്നിട്ട് ഇവിടെ വെച്ച് സംസാരിക്കുമ്പോൾ ഈ 2-3 കാര്യങ്ങളാണ് ആലോചിക്കുന്നത്. ഒന്ന്, വീട്ടിൽ ജോലിക്ക് നിർത്താമെന്നും അതല്ലെങ്കിൽ ഒരു മകളെ കല്യാണം കഴിപ്പിച്ച് കൊടുക്കാമെന്നൊക്കെയുള്ള ആലോചനകൾ വന്നപ്പോൾ ഈ ആളെക്കുറിച്ച് ആ മകള് പറയുന്നൊരു പ്രസ്താവന ഖുർആൻ കൊടുക്കുന്നുണ്ട്.
അതെന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇന്നഹു കവിയുൻ അമീൻ, തീർച്ചയായും അദ്ദേഹം ശക്തിയുള്ള ആളാണ്, അതോടൊപ്പം വിശ്വസ്തനുമാണ് എന്നാണ്. അന്നും നമ്മൾ മനസ്സിലാക്കുമ്പോൾ കല്യാണം കഴിക്കാത്തൊരു പെൺകുട്ടി കൂടെ വന്ന ചെറുപ്പക്കാരനെ കുറിച്ച് അവൾ തിരിച്ചറിഞ്ഞ കാര്യങ്ങൾ ആ വാപ്പയോട് പറഞ്ഞു കൊടുത്തിട്ടുണ്ട് എന്നതും, അഭിപ്രായ സ്വാതന്ത്ര്യത്തിന് ഇസ്ലാമിൽ ഒരു വിലക്കുമില്ല എന്നതും, അതേപോലെ തന്നെ സ്ത്രീകൾക്ക് മാന്യമായിട്ടുള്ള അവരുടെ അവകാശങ്ങൾ വകവെച്ച് കൊടുത്തിട്ടുണ്ട് എന്നതുമൊക്കെ നമുക്കിതിലൂടെ തന്നെ മനസ്സിലാക്കാൻ സാധിക്കുകയാണ്. അതേപോലെ ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം എന്ന് എഴുതുമ്പോൾ സമ്മതിക്കാതിരുന്നതും, മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം എന്നെഴുതിയപ്പോഴും സമ്മതിക്കാതിരുന്നതുമൊക്കെ നമ്മൾ നോക്കുമ്പോൾ സ്വാഭാവികമായിട്ടും നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്ന ചില കാര്യങ്ങളുണ്ട്. ഒരു സമൂഹത്തിൻ്റെ സുരക്ഷിതത്വം അല്ലെങ്കിൽ അവരുടെ താല്പര്യം, ആ ഒരു സമൂഹത്തിൻ്റെ സുരക്ഷിതത്വത്തിന് എന്തൊരു വിട്ടുവീഴ്ചയാണോ നമ്മുടെ ഭാഗത്തു നിന്നുണ്ടാകേണ്ടത്, ആ വിട്ടുവീഴ്ച ചെയ്യുന്നതോടൊപ്പം തന്നെ ആദർശത്തിൽ യാതൊരുവിധ മാറ്റവും ഇല്ലാതെ ആദർശത്തെ ചേർത്ത് പിടിച്ചുകൊണ്ട് അവർ സമ്മതിക്കണില്ല എങ്കിൽ പോലും ആ ഒരു കാര്യത്തെ ഒട്ടും അവരെ പ്രകോപിപ്പിക്കുന്ന വിധത്തിലോ അവരുമായി വഴക്കിടുന്ന വിധത്തിലോ അവരുടെ കാര്യങ്ങളെ സമ്മതിക്കാതിരിക്കുന്ന വിധത്തിലോ ഒന്നുമല്ലാതെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം ഒരുപാട് പ്രയാസം ഉണ്ടായിട്ടുണ്ട്. അലി റളിയല്ലാഹു അൻഹുവിന് ഇത് എഴുതുമ്പോൾ സഹാബികൾക്ക് വിഷമമുണ്ടായിട്ടുണ്ട്. നമ്മൾ ആലോചിക്കുമ്പോൾ ഒരിക്കലും ഇത് ഉൾക്കൊള്ളാൻ സാധ്യമാകാത്ത വിധത്തിലുള്ള അത്തരത്തിലുള്ള നീതിരഹിതമെന്ന് നമുക്ക് തോന്നുന്ന ഒരു കരാറായിട്ട് പോലും പടച്ച തമ്പുരാൻ്റെ അനുഗ്രഹം അതിലുണ്ടായിട്ടുള്ളത് ഒരു സമൂഹത്തിൻ്റെ സുരക്ഷിതത്വത്തിന് വേണ്ടി ആദർശത്തെ ബലി കഴിക്കാത്ത വിധത്തിൽ അതിനെ ഉൾക്കൊണ്ടുകൊണ്ടുള്ള ഒരു വിട്ടുവീഴ്ച ചെയ്തുകൊണ്ടുള്ള ഒരു കരാർ എഴുതി എന്നതാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. അതുകൊണ്ട് തന്നെ ഈ ആയത്തിനെ അള്ളാഹു ഇന്നാ ഫതഹ്നാ ലക ഫത്ഹൻ മുബീന, തീർച്ചയായും നാം നിനക്ക് നൽകിയിരിക്കുന്നത് മഹത്തായ വിജയമാണ് എന്ന് പറയുമ്പോൾ ഇത്തരത്തിലുള്ള ഒരുപാട് വിജയം നമുക്കിതിൽ കാണാൻ സാധിക്കുകയാണ്. മാത്രമല്ല അള്ളാഹു ഒരു ആയത്ത് ഇറക്കിയിട്ടുണ്ടെങ്കിൽ അങ്ങനെയുള്ളൊരു വിജയമൊന്നും അല്ലല്ലോ ഇവിടെ കാണുന്നത്, ഇവിടെ വലിയ പ്രതിസന്ധിയാണല്ലോ, ഇത് ഇങ്ങനെയൊക്കെ അല്ലേ എന്നൊക്കെ തുടക്കത്തിൽ ഈ കരാർ കാണുമ്പോൾ തോന്നുമെങ്കിലും അള്ളാഹു അവതരിപ്പിക്കുന്ന ചില തെളിവടയാളങ്ങൾ, ചില ആയത്തുകൾ പിന്നീടാണെങ്കിൽ പോലും അതിൻ്റെ തിരിച്ചറിവും പാഠങ്ങളും അതിൻ്റെ ഗുണങ്ങളും എല്ലാം നമുക്ക് അനുഭവവേദ്യമാകും എന്ന ഒരു ബോധ്യമാണ് നമുക്കുണ്ടാകേണ്ടത്. കാരണം പ്രപഞ്ച സൃഷ്ടാവായ അള്ളാഹുവിൻ്റെ ആയത്തുകൾ അതിനെ ഹൃദയത്തിലേക്ക് ചേർത്ത് വയ്ക്കാനും അതിനെ ഉൾക്കൊള്ളാനും അതനുസരിച്ച് ജീവിതത്തെ ക്രമപ്പെടുത്താനും അള്ളാഹുവിൻ്റെ വാക്കുകളിൽ ഒരു പിഴവും വരില്ല എന്ന പൂർണ്ണമായ ബോധ്യത്തോടു കൂടി മുന്നോട്ട് പോകാനും നമുക്ക് സാധിക്കുമ്പോൾ മാത്രമാണ് ആയത്തുകളെ അധരവ്യായാമങ്ങൾക്കുമപ്പുറം ഹൃദയത്തിലേക്ക് ചേർത്ത് വയ്ക്കുകയും അതനുസരിച്ച് ജീവിതത്തെ ക്രമപ്പെടുത്തുകയും ചെയ്യാൻ നമുക്ക് സാധിക്കുക. അത്തരത്തിൽ വിശുദ്ധ ഖുർആൻ നൽകുന്ന വിശുദ്ധമായ തിരിച്ചറിവിൻ്റെ പാഠങ്ങൾ ജീവിതത്തിലുടനീളം നമുക്ക് വെളിച്ചമാകട്ടെ എന്ന് പ്രാർത്ഥിക്കുകയും അള്ളാഹുവിൻ്റെ ജന്നാത്തുൽ ഫിർദൗസിൽ വിശുദ്ധ ഖുർആൻ നെഞ്ചേറ്റുക വഴി അവൻ്റെ ഇഷ്ടദാസന്മാരുടെ കൂട്ടത്തിൽ നമ്മെ എല്ലാവരെയും ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുകയും ചെയ്യുമാറാകട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ഞാൻ അവസാനിപ്പിക്കുന്നു. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി.